മുളക്കുകയും അത് പുഷ്പിക്കുകയും അത് കായ്ക്കുകയും ചെയ്യുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അല്ല, ഒരു കോഴി മുട്ടയിടുന്ന ആർക്ക് വേണ്ടിയിട്ട്? ഒരു വാഴ കൊലച്ച് അൽഹംദുലില്ലാഹ് അത് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അതിൻ്റെ കൊല നൽകുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? മുഴുവൻ സംഗതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ. ഈ ലോകത്ത് എന്തെല്ലാം വസ്തുക്കളുണ്ട്, ഈ വസ്തുക്കളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. പക്ഷെ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ മറ്റൊരു ഉദ്ദേശത്തിനും ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് നമ്മളെപ്പോഴും അൽഹംദുലില്ലാഹ് നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യനില്ലെങ്കിലും സൂര്യന് പ്രശ്നങ്ങളില്ല, മനുഷ്യനില്ലെങ്കിലും മഴയ്ക്ക് പ്രശ്നങ്ങളില്ല, മനുഷ്യനില്ലെങ്കിലും സമുദ്രത്തിനോ തിരമാലകൾക്കോ പ്രശ്നങ്ങളില്ല. പക്ഷെ സൂര്യനില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല, ചന്ദ്രനില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല, മഴ പെയ്യുന്നില്ല എങ്കിൽ മനുഷ്യന് ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല, കടലിൽ മത്സ്യങ്ങളില്ല എങ്കിൽ മനുഷ്യന് ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി, സേവനം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു തന്നിരിക്കുകയാണ്. ഈ ഒരു കാര്യം അൽഹംദുലില്ലാഹ് നമ്മൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. അല്ലാഹു എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് സേവനം ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പമായി തീരും എന്നുള്ളതാണ്. ഒരു വിഷജീവി അല്ലേ, ഒരു സർപ്പം ഒരു വിഷ ജീവിയാണ്, ഒരു പാമ്പ്. പക്ഷെ ഇതിനെക്കൊണ്ട് മനുഷ്യന് പ്രയോജനങ്ങളുണ്ട് അല്ലേ. ഒരു പാമ്പിന് വിഷം പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മില്ലിഗ്രാമിന് ലക്ഷക്കണക്കിന് റുപ്യൻ്റെ വിലയാണ് അല്ലേ. കൊതുക് തിരി ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾക്ക് കൊതുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിചാരിക്കും മനുഷ്യന് വലിയ ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവിയാണെന്നുള്ളത്. പക്ഷേ കൊതുക് തിരി ഉണ്ടാക്കി ജീവിക്കുന്ന എത്രയോ വലിയ കമ്പനികളെ, ഇന്ത്യയിലെ 7ാമത്തെ പൈസക്കാരനല്ലേ, ഗുഡ് നൈറ്റ് മോഹൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ. അദ്ദേഹം ആകെ ഇത്രയും വലിയ പൈസക്കാരനാക്കിയത് എന്തുകൊണ്ടാണ്? കൊതുകുള്ളത് കൊണ്ടാണ്. കൊതുക് ഇല്ലെങ്കിൽ അദ്ദേഹം പൈസക്കാരനാവില്ല. അപ്പോൾ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല, കൊതുകാകട്ടെ പാമ്പാകട്ടെ അല്ല, ഒരു സിംഹത്തിൻ്റെ അതിൻ്റെ ഒരു തോല് കിട്ടിക്കഴിഞ്ഞാൽ മതി ലക്ഷങ്ങൾ, ഒരു പുലിൻ്റെ തോല് കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷങ്ങൾ, ഒരു പെരുമ്പാമ്പിൻ്റെ തോല് കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷങ്ങൾ, അതിന് നെയ്യ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ലക്ഷങ്ങൾ. ഈ വസ്തുക്കളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. 2 ആയത്തുകളും കൂടി അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മൾ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഹജ്ജിലേക്ക് കടക്കാം. അതുവരെ നിങ്ങളുടെ സമയം അൽഹംദുലില്ലാഹ് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഈ മനുഷ്യനെ ഞാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുകയാണ്, സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല രൂപത്തിൽ, ഇതിനേക്കാളും നല്ലൊരു രൂപം മനുഷ്യന് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അല്ല, ഉയർന്നു നിൽക്കുന്ന തലകൾ, സഞ്ചരിക്കുന്ന കൈകൾ, അല്ല കണ്ണെത്താ ദൂരത്ത് എത്തുന്ന അൽഹംദുലില്ലാഹ് കാഴ്ചകൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംവിധാനിച്ച് തന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപത്തിൽ ഈ മനുഷ്യനെ ഞാനിതാ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ വസ്തുക്കളെക്കാളും വലിയൊരു അത്ഭുതമാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. വലിയൊരു അത്ഭുതമാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് പുല്ലേ തിന്നാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ല, ഒരു മാംസബുക്കിനെ സംബന്ധിച്ചിടത്തോളം അതിന് മാംസം മാത്രമേ തിന്നാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാലൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തും തിന്നാം. ഇങ്ങോട്ട് കഴിക്കാത്ത എന്ത് വേണമെങ്കിലും തിന്നു കഴിഞ്ഞാൽ അത് ദഹിക്കാനുള്ളൊരു കഴിവും ശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്നലെ രാത്രി നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ശരീരത്തിന് ആവശ്യമുള്ളത് ശരീരത്തിന് നൽകുകയും ശരീരത്തിന് ആവശ്യമില്ലാതെ പുറന്തള്ളുകയും ചെയ്യുന്ന വലിയൊരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തിൽ സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉലമാക്കൾ പറയും, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരെങ്കിലും മനുഷ്യനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ, മൻ അറഫ നഫ്സഹു, സ്വന്തം ശരീരത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫഖദ് അറഫ റബ്ബഹു, അവൻ്റെ റബ്ബിനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇങ്ങോട്ടേക്ക് നോക്കണ്ട, എങ്ങോട്ടേക്ക് നോക്കണ്ട, സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. അള്ളാഹു നീ സൃഷ്ടിച്ചിരിക്കുന്നത് എപ്രകാരമാണെന്ന് ഒരു മനുഷ്യനെക്കുറിച്ച് നോക്കുന്നുവെങ്കിൽ ആ മനുഷ്യനെ അൽഹംദുലില്ലാഹ് റബ്ബിനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ കണ്ടെത്തണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് നോക്കണ്ട, സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. വേറെ എങ്ങോട്ടേക്ക് നോക്കണ്ട, നമ്മുടെ ശരീരത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. അല്ല, നമ്മൾ ഈ കണ്ണൊന്ന് നോക്ക്, നമ്മൾ ഈ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ മതി. ചെറിയൊരു കണ്ണാണ്, അല്ല ഒരു ഗോട്ടിൻ്റെ അത്ര വലിപ്പമേ ഉള്ളൂ. പക്ഷേ ലോകത്തിലെ മുഴുവൻ വർണ്ണങ്ങളും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരു സൂചി എടുത്താൽ കണ്ണിലേക്കൊന്ന് കുത്തിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വരും. പിന്നെ ലോകം മുഴുവനും അന്ധകാരങ്ങളിലായിരിക്കും, ഇരുട്ടിലായിരിക്കും. പ്രകാശം എന്തെന്നറിയില്ല, നിറങ്ങൾ എന്തെന്നറിയില്ല, ഉമ്മാരിയെന്നറിയില്ല, ഉപ്പാരിയെന്നറിയില്ല, മക്കളാരിയെന്നറിയില്ല.
മുഴുവൻ സംഗതികളും അത് അടയുന്നതോടുകൂടി നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ കണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത്? അല്ലെ, ചുവന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റെഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആകാശം കണ്ടു കഴിഞ്ഞാൽ, അല്ലെ ഭൂമി കണ്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെല്ലാം തിരിച്ചറിയാനുള്ള കഴിവും സംഗതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കണ്ണിലിങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ നാവ് നോക്കിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് അല്ലെ ഹയവാനുൻ നാത്തിഖ് എന്ന് പറയും. സംസാരിക്കുന്ന ഒരു മൃഗമാണ് മനുഷ്യൻ. ലോകത്ത് മറ്റാർക്കും സംസാരിക്കാനും വേണ്ടി സാധിക്കില്ല, പക്ഷേ നാവ് കൊണ്ടല്ല സംസാരിക്കുന്നത്. മനുഷ്യനേക്കാളും വലിയ നാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു പല ജന്തുക്കൾക്കും കൊടുത്തിട്ടുണ്ട് അല്ലേ. ചില നായിൻ്റെ നാവ് കണ്ടു കഴിഞ്ഞാൽ, ചില പോത്തിൻ്റെ നാവ് കണ്ടു കഴിഞ്ഞാൽ, ചില മൃഗങ്ങളുടെ നാവ് കണ്ടു കഴിഞ്ഞാൽ എത്രയോ വലുതാണ്, പക്ഷെ സംസാരിക്കാനുള്ള കഴിവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത് ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം തുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഏറ്റവും അധമനായിട്ടാണ് ഈ മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏതൊരു വസ്തുവും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കൂല. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചു, സംവിധാനിച്ചു, പരിപാലിച്ചു, പ്രത്യേകമായ ബുദ്ധിശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നിരന്തരം ഈ മനുഷ്യൻ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും ബുദ്ധിയും ഇത്രയും കഴിവും ഇത്രയും ശക്തിയും നൽകിയ ഈ മനുഷ്യൻ അവൻ അധമനിൽ അധമൻ, ഏറ്റവും മോശപ്പെട്ട ജീവികളെ ഏറ്റവും മോശപ്പെട്ട ജീവിയായി മാറിയിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. നിശ്ചയമായും ഈ മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് ഏറ്റവും വലിയ നന്ദി കെട്ടവനാണെന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ ഓരോ വചനങ്ങൾ എത്രമാത്രം അർത്ഥസമ്പൂർണ്ണമാണെന്നുള്ളത് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയെല്ലാം സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിന് ശേഷം അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കുന്ന ചെറിയൊരായത്താണ് ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. നിശ്ചയമായും ഈ മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് ഏറ്റവും വലിയ നന്ദി കെട്ടവനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. നമ്മുടെ തന്നെ ജീവിതത്തിലേക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെല്ലാം സംവിധാനങ്ങളാണ് തന്നത്. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പൊട്ടിയ സ്ലേറ്റും ഒരു ചെറിയൊരു കഷ്ണം കഡ്ഡിയും മാത്രം തന്നിട്ട് മൊപ്പോടാന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞേക്കും. ഇന്ന് എല്ലാ തരത്തിലുള്ള യൂണിഫോമും സംവിധാനങ്ങളും ബാഗും സംഗതിയും കുടയും എല്ലാം കൊടുത്തതിന് ശേഷം അവർ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും അവർ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രക്ഷിതാവിനുണ്ടാകുന്ന സങ്കടം എത്ര വലുതായിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റിതര ജീവജാലങ്ങളിൽ നിന്നെല്ലാം പ്രത്യേകമായ സവിശേഷമായ ബുദ്ധിയും അധികാരവും എല്ലാം നൽകിയതിന് ശേഷം ഈ ലോകത്ത് സൃഷ്ടിച്ച മുഴുവൻ സംവിധാനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖലഖലക്കും മാ ഫിൽ അർദി ജമിയ. ഈ ലോകത്ത് കാണുന്ന മുഴുവൻ വസ്തുക്കളെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം അൽഹംദുലില്ലാഹ് ഗൗരവത്തോടു കൂടിയാണ് ഇത് പറഞ്ഞത്. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. നിശ്ചയമായും അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് മനുഷ്യനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. അൽഹംദുലില്ലാഹ് അള്ളാഹുവിനോട് നമ്മൾ നന്ദിയാണോ കാണിക്കുന്നത്, നന്ദികേടാണോ കാണിക്കുന്നത്? എങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിന്ന് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നീര് വരുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയതമനോട് ചോദിച്ചു, അല്ല തങ്ങൾ എന്തിനാണ് ഇപ്രകാരം നിസ്കരിക്കുന്നത്? അല്ല, ഏറ്റവും ഉയർന്ന പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മഅസൂമാണ്, പാപങ്ങളിൽ നിന്ന് തങ്ങൾ സുരക്ഷിതനാണ്. മഖാമൻ മഹ്മൂദ എന്ന് പറയുന്ന ആകാശലോകത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് തങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? അഫലാ അകൂന അബ്ദൻ ഷക്കൂറൻ. ഞാനൊരു നന്ദിയുള്ള ദാസനാകേണ്ട ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയോട് ചോദിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു നന്ദിയുള്ള ഒരു ദാസനാകേണ്ടതെന്ന് ആരാണ് ചോദിക്കുന്നത്? ജീവിതത്തിൻ്റെ മുഴുവൻ അവസ്ഥകളിലും രാവും പകലും മുഴുവൻ സെക്കൻഡുകളിലും തൻ്റെ റബ്ബിൻ്റെ ആജ്ഞകൾ പൂർത്തീകരിക്കുകയും ആ റബ്ബിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്ത ഒരു പ്രവാചകൻ്റെ ജീവിതത്തിൽ ആ പ്രവാചകൻ തൻ്റെ പ്രിയതമയോട് പറയുന്ന വാക്കുകൾ എന്താണ്? അഫല അക്കൂന അബ്ദൻ ഷക്കൂറൻ. ഞാനൊരു നന്ദിയുള്ള ദാസനാകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന് മുഴുവനും അള്ളാഹുവിലേക്ക് സമർപ്പിച്ച ഒരു പ്രവാചകനാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃകകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് അൽഹംദുലില്ലാഹ് അല്ലേ. ഇപ്പോൾ വൈകി വന്ന ആളോട് പറയാം, നമ്മൾ 10 മണിക്ക് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഇവരോട് നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് ജനറലായിട്ട് ചില കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് നമ്മളിങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അൽഹംദുലില്ലാഹ് ആ ലക്ഷ്യത്തിലേക്കുള്ളൊരു യാത്ര, അതിൻ്റെ ഭാഗം മാത്രമാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ആരാധനകൾ,
ആ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഹജ്ജ്. ഇൻഷാ അല്ലാഹ് ഹജ്ജിലേക്ക് കടക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാനും അത് അമൽ ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ആരാ വരാൻ ബാക്കിയുള്ളത്? അള്ളാഹുവിന് വേണ്ടി പരസ്പരം പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണ്. നമ്മൾ അൽഹംദുലില്ലാഹ് 40-40 ദിവസം ഒന്നിച്ച് അള്ളാഹുവിൻ്റെ ആ കഅബ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. അറഫയിലും മുനയിലും മുസ്ദലിഫയിലും അൽഹംദുലില്ലാഹ് താമസിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെത്തി അൽഹംദുലില്ലാഹ് തങ്ങൾക്ക് സലാം പറഞ്ഞു. അല്ല, പാപങ്ങളൊക്കെ കഴുകി അൽഹംദുലില്ലാഹ് ശുദ്ധിയാക്കി നമ്മുടെ നാടുകളിലേക്ക് തിരിച്ചു വരാൻ അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും പരിശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്, മൻ ഹജ്ജ ലില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തു, ലം യർഫുസ് വലം യഫ്സുഖ്, അല്ല ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങളിൽ ഏർപ്പെടാത്ത രൂപത്തിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല അവർ മടങ്ങി വരും. എങ്ങനെയാണ്? വലതുത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ദിവസം എപ്രകാരം അവർ പാപങ്ങളിൽ നിന്നും പരിശുദ്ധിയായിരുന്നോ ആ രൂപത്തിൽ പാപങ്ങൾ മുഴുവൻ കഴുകി വൃത്തിയാക്കി അൽഹംദുലില്ലാഹ് അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി പറഞ്ഞ ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തു, അവസാനം മക്കയോട് ഇവിടെ പറയുന്ന വിദാഇൻ്റെ തവാഫും ചെയ്തു. ഇങ്ങനെ തിരിച്ചു നടക്കാൻ ആരംഭിപ്പ് കഴിക്കും ഒരു മലക്ക് വരും, അവൻ്റെ ചുമലിലേക്ക് തട്ടിക്കൊണ്ട് പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണ്, അവൻ്റെ ചുമലിലേക്ക് തട്ടിക്കൊണ്ട് പറയും, നിൻ്റെ അമലുകളുടെ കിതാബുകളിൽ നിന്ന് മുഴുവൻ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഇനി നീ അന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ട് നീ നിൻ്റെ റബ്ബിനെ സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ മലക്കുകൾ യാത്രയാക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഹജ്ജിൻ്റെ ഒരു ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ അൽഹംദുലില്ലാഹ് പരസ്പരം പരിചയപ്പെടണം, ഇത് എന്തിനു വേണ്ടിയാണ് നടത്തുന്നതെന്ന് അറിയണം. അപ്പോൾ അതിനു വേണ്ടി അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുമിച്ച് കൂടിയതാണ്. അപ്പോൾ നമ്മൾ 2-3 ആളുകളെ അൽഹംദുലില്ലാഹ് നമ്മൾ ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നു. അതിലൊന്ന് അൽഹംദുലില്ലാഹ് നമ്മളെ മൊയ്ച്ചാണ് മലബാർ. ഞങ്ങൾ അൽഹംദുലില്ലാഹ് 2-3 വട്ടം ഉംറയ്ക്ക് പോയി, അതിനുശേഷം ഞങ്ങളൊരു ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു യാത്ര ചെയ്തു. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മളൊരു ബന്ധത്തിലാണ്. അപ്പോൾ ആദ്യമായി അൽഹംദുലില്ലാഹ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയും അൽഹംദുലില്ലാഹ് നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടിയും ആദ്യമായി മൊയ്ച്ചാനെ ക്ഷണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധമായ കഅബയാണ് അൽഹംദുലില്ലാഹ് ഹജ്ജ് കർമ്മത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. എന്താണ് ഈ കഅബയും നമ്മളും തമ്മിലുള്ള ബന്ധം? നമ്മൾ ആ കഅബ കാണാൻ വേണ്ടി പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ കഅബയെ പരിചയപ്പെടുത്തുന്ന ആയത്ത്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് കഅബയിലേക്ക് പോകുമ്പോൾ ഈ ആയത്തെ നമ്മുടെ മനസ്സിൽ അൽഹംദുലില്ലാഹ് നമ്മളിങ്ങനെ കുത്തി വെക്കണം. അള്ളാഹു പറയാണ്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് ആരാധിക്കാനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിലെ ആദ്യത്തെ ഭവനം അതാണ് വിശുദ്ധമായ കഅബ. അതുകൊണ്ട് ഉലമാക്കൾ പറയും അൽഹംദുലില്ലാഹ് ഈ കഅബ മലക്കുകളാണ് ആദ്യം നിർമ്മിച്ചത്. ഒരു മനുഷ്യനെ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, ആദം നബി അലൈഹി സ്വലാമിനെയും ഹവ്വ റളിയല്ലാഹു തആല അൻഹയെയും. ആ സമയത്ത് അവർക്ക് ആരാധിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കൊണ്ട് ഒരു ഭവനം നിർമ്മിച്ചു. ആ ഭവനമാണ് വിശുദ്ധമായ കഅബ. പിന്നീട് ആദം നബി അലൈഹി സ്വലാം അതിനെ പുനർനിർമ്മിച്ചു എന്നും, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വെള്ളപ്പൊക്ക കാലത്ത് അത് വീണ്ടും നഷ്ടപ്പെട്ടു പോയി എന്നും, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വൃത്തിയാക്കി ഒന്ന് പുനർനിർമ്മിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചുമെന്നെല്ലാം ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഇത് ആദ്യത്തെ ഭവനമാണ്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ ഭവനമാണ് വിശുദ്ധമായ കഅബ ഷരീഫ്. ഇനി കഅബ ഷരീഫ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ കഅബയുടെ നേരെ മുകളിൽ ആകാശത്തിലൊരു ഭവനമുണ്ട്. ആ ഭവനത്തിൻ്റെ പേരാണ് ബൈത്തുൽ മഅമൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ കഅബയുടെ മുകളിൽ ആകാശത്ത് ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞിട്ടൊരു വീടുണ്ട്. ആ വീടിൻ്റെ വലിപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ വീട്ടിലേക്ക് ഒരേ സമയം 70,000 മലക്കുകൾ പ്രവേശിക്കും. ഒരു പ്രാവശ്യം പ്രവേശിച്ച മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ ഇരുന്ന് പുറത്തു വരില്ല. ഇത്രയും വിശാലമായൊരു ലോകത്തിന് ഒരു ഭവനത്തിന് താഴെയാണ് ഈ കഅബ സ്ഥിതി ചെയ്യുന്നത്. ആ ഭവനത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെ തവാഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹുവിൻ്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ ചെയ്യുന്ന ദിക്റോട് കൂടി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്ന ദിക്ർ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദിക്ർ. ഈ ദിക്റുകൾ പറഞ്ഞുകൊണ്ട് ഈ കഅബയെ തവാഫ് ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ 4 കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഭവനം നീ ഒന്ന് പുനർനിർമ്മിക്കണമെന്നാണ്. വതഹിറ ബൈതിയ ലിത്വായിഫീന വൽആകിഫീന വറുക്കഇ സുജൂദ്. അല്ല, ഇതെല്ലാം അൽഹംദുലില്ലാഹ് കഅബയിലേക്ക് പോകുമ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരണം. എന്താണ് കഅബ? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തവാഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? എന്താണ് ഇതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും? അവിടെ പോയാൽ നമുക്ക് എന്താണ് കിട്ടാൻ വേണ്ടി പോകുന്നത്? ഇതെല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ പോകുമ്പോഴാണ് അൽഹംദുലില്ലാഹ് നമുക്ക് അതിനോടൊരു മനസ്സാന്നിധ്യം ഉണ്ടാവും. അല്ലെ, ഗൾഫിലേക്ക് എന്തിനാണ് നമ്മൾ പണിയെടുക്കാൻ വേണ്ടി പോകുന്നത്? ഗൾഫിലേക്ക് 1-10 കിട്ടും,
അല്ല ഒരു 1500 റിയാൽ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇന്ത്യയുടെ ഏകദേശം ഒരു 30,000-30,000-ലധികം ഉറുപ്പ്യായി. ഇപ്പോൾ ഗൾഫിൽ പോയി അൽഹംദുലില്ലാഹ് 1 കൊല്ലോ 2 കൊല്ലോ താമസിച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ല. നമ്മൾ സുഖത്തോടും സന്തോഷത്തോടും കൂടി അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിൽ അൽഹംദുലില്ലാഹ് കഴിഞ്ഞുകൂടാൻ വേണ്ടി സാധിക്കും. അല്ല ഉമ്മാനെയും ഉപ്പാനെയും ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ അവിടെ താമസിക്കുന്നത് കൊണ്ടാണ് അവിടുത്തെ ആ പ്രയോജനങ്ങളും പ്രതിഫലങ്ങളും അൽഹംദുലില്ലാഹ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എന്നാൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ കഅബയിലേക്ക് പോകേണ്ടത്? കഅബയിൽ 2 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നൽകാമെന്ന് അല്ലാഹുവിൻ്റെ വാഗ്ദത്തമാണ്. എന്തെല്ലാമാണ് 2 കാര്യങ്ങൾ? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക്കൻ വഹുദൻ. മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ. മുബാറക്ക് അല്ലാഹുവിൻ്റെ ഭാഗത്തുള്ള അനുഗ്രഹം, ഹുദൻ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള സന്മാർഗം. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് മുബാറക്ക്, നിങ്ങൾക്ക് അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഹുദ, അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള സന്മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. ഈ 2 കാര്യങ്ങൾ നൽകാൻ വേണ്ടിയാണ്. രണ്ടാമത്തത് അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടേണ്ട സന്മാർഗം. ഇത് 2 നൽകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിശുദ്ധമായ കഅബയുടെ പരിസരത്തേക്ക് അല്ലാഹു ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 2 വാങ്ങിക്കൊണ്ടായിരിക്കണം ഇസ്ലാം നമ്മൾ ഇൻഷാ അല്ലാഹ് തിരിച്ചു വരേണ്ടത്. ഇത് 2 അൽഹംദുലില്ലാഹ് നേടിക്കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തഹീറ ബൈത്തിയ, എൻ്റെ വീടിനെ നീ ഒന്ന് തഹീറ അല്ല നീ ഒന്ന് ശുദ്ധീകരിക്കണം, ഒന്ന് പുനർനിർമ്മിക്കണം. തഹീറ ബൈത്തിയ, ഈ വീടിനെ ഒന്ന് പുനർനിർമ്മിക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്. എന്തിനു വേണ്ടിയാണ്? ലി ത്വായിഫീന, തവാഫ് ചെയ്യാൻ വേണ്ടി. വൽ ആക്കിഫീന, ഇഅ്തികാഫിരിക്കാൻ വേണ്ടി. റുക്കഈ സുജൂദ്, റുക്കുവും സുജൂദും ചെയ്ത് നമസ്കരിക്കാൻ വേണ്ടി അൽഹംദുലില്ലാഹ് ഈ ഭവനത്തെ നീ ഒന്ന് പുനർനിർമ്മിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഈ തവാഫ് എന്ന് പറയപ്പെടുന്ന ഈ കർമ്മം അത് വിശുദ്ധമായ കഅബയിലല്ലാതെ ലോകത്ത് മറ്റെവിടെയുമില്ല. നമുക്കാകെ തവാഫ് ചെയ്യണം, എവിടെ പോകണം? മക്കയിലേക്ക് പോകണം, കഅബയെ തവാഫ് ചെയ്യണം. മറ്റെവിടെയും നമുക്ക് തവാഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുന്നത്താക്കിയിട്ടില്ല. സുന്നത്തായ തവാഫ് നിർവഹിക്കണമെങ്കിൽ തീർച്ചയായും മക്കയിലേക്ക് പോയിരിക്കണം. അത് അൽഹംദുലില്ലാഹ് ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നു. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ പ്രദേശങ്ങളിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കുമ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അൽഹംദുലില്ലാഹ് വിശുദ്ധമായ കഅബ എന്ന് പറയപ്പെടുന്ന ആ സ്ഥലം. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കണം. ഇനി ഈ കഅബയിൽ അൽഹംദുലില്ലാഹ് അതിൻ്റെ പരിസരത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ അൽഹംദുലില്ലാഹ് 9 സ്ഥലങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണെന്ന് പറഞ്ഞു. പോകുന്നതിന് മുമ്പ് തന്നെ ഇത് ഏതാണ് സ്ഥലം, അൽഹംദുലില്ലാഹ് ഇത് എങ്ങനെയാണ് അൽഹംദുലില്ലാഹ് മനസ്സിലാക്കുക, എങ്ങനെയാണ് അവിടെ വെച്ചൊന്ന് ദുആ ചെയ്യാന്ന് നമ്മൾ മനസ്സുകൊണ്ട് തേടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് അൽഹംദുലില്ലാഹ് ഹജ്ജ് കഴിഞ്ഞാൽ ധാരാളം സമയം അൽഹംദുലില്ലാഹ് മക്കയിൽ ചെലവഴിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഓരോ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കി അൽഹംദുലില്ലാഹ് ആ സ്ഥലങ്ങളിൽ വെച്ചെല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഒന്നാമത്തത് അൽഹംദുലില്ലാഹ് ഹജറുൽ അസ്വദിൻ്റെ സ്ഥലമാണ്. അല്ല, ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിയ ഒരു കല്ലാണ്. അത് വെളുത്ത നിറമായിരുന്നു, പാപങ്ങൾ കാരണമായി അത് കറുത്തുപോയി എന്നുള്ളതാണ്. രണ്ടാമത്തത് മുൽത്തസം, ഹജറുൽ അസ്വദിൻ്റെയും കഅബയുടെ വാതിലിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ്. മൂന്നാമത്തത് മഖാം ഇബ്രാഹിമാണ്. അതിൻ്റെ തൊട്ട് ബാക്കിൽ അൽഹംദുലില്ലാഹ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽപാദങ്ങൾ കാണുന്ന ആ ചെറിയൊരു ഒരു കൂട് പോലുള്ള സാധനം മഖാം ഇബ്രാഹിം. നാലാമത്തത് ഹിജ്ർ ഇസ്മായിലാണ്. അൽഹംദുലില്ലാഹ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയൊരു സ്ഥലം, അത് കഅബയുടെ ഉള്ളിൽപ്പെട്ട സ്ഥലം എന്ന് പറയപ്പെടുന്ന ആ ഹിജ്ർ ഇസ്മായിൽ. അഞ്ചാമത്തത് മീസാബുർ റഹ്മ, ആ കഅബയിലേക്ക് വെച്ചിരിക്കുന്ന ആ പാത്തി. ആറാമത്തത് അൽഹംദുലില്ലാഹ് കഅബയുടെ ഖില്ല. ഏഴാമത്തത് സംസം കിണർ. എട്ടാമത്തത് സഫ. ഒമ്പതാമത്തത് മർവ. ഇതെല്ലാം അൽഹംദുലില്ലാഹ് ഈ കഅബയുടെ പരിസരത്ത് അൽഹംദുലില്ലാഹ് അതിൻ്റെ പരിസരത്ത് തന്നെയാണ് ഇതെല്ലാം. ഇവിടെ വെച്ച് അൽഹംദുലില്ലാഹ് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ തീരുമാനിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഖദർ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നതാണ്. നമ്മുടെ ദുആ കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദർ മാറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലാ യുറദ്ദുൽ ഖദർ ഇല്ല ദുആ എന്നാണ് പറഞ്ഞത്. ദുആ കൊണ്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഖദർ മാറ്റൂല എന്നുള്ളതാണ്. അള്ളാഹു തീരുമാനിച്ചൊരു സംഗതിയാണ് ഈ മനുഷ്യന് ക്യാൻസർ വരണമെന്നുള്ളത്. പക്ഷെ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അള്ളാഹു എല്ലാ രോഗത്തും നീ എന്നെ കാത്തു രക്ഷിക്കണം. ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ഈ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ തീരുമാനിച്ച രോഗത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിൻ്റെ ആയുധമാണ് അൽഹംദുലില്ലാഹ് ദുആ എന്ന് പറയുന്നത്. ഒരു മുഅ്മിൻ്റെ ആയുധമാണ് ദുആ എന്ന് പറയുന്നത്. ആയുധമില്ലാത്ത പോരാളിക്ക് പോരാടാൻ വേണ്ടി സാധിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഏറ്റവും ബലഹീനമായ മനുഷ്യനാരാണ്? ദുആ ചെയ്യാൻ കഴിയാത്ത മനുഷ്യനാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് വിശുദ്ധമായ കഅബയുടെ പരിസരത്തേക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മൾ അള്ളാഹുവിനോട് നമ്മളുടെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ അൽഹംദുലില്ലാഹ് ഈ കഅബയെക്കുറിച്ച് അതിൻ്റെ പരിസരത്തെക്കുറിച്ചുള്ളൊരു ബോധം വരാൻ വേണ്ടിയിട്ടാണ് അൽഹംദുലില്ലാഹ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അൽഹംദുലില്ലാഹ് നമുക്ക് അള്ളാഹു 2 വാഗ്ദാനങ്ങൾ നൽകി. ഒന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള മുബാറക്ക് ബറക്കാത്തുകൾ, 2 അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള ഹിദായത്ത് ഹുദ. ഈ 2 കാര്യങ്ങളല്ല അനുഗ്രഹങ്ങളും സന്മാർഗവും അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തൊരു സ്ഥലത്തേക്കുള്ളൊരു യാത്രയാണ് നമ്മളുടെ ഹജ്ജ് യാത്ര എന്ന് പറയുന്നത്. രണ്ടാമത്തെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് അൽഹംദുലില്ലാഹ് സഹിയായ ഹദീസുകളിൽ വന്ന സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കാൻ, അവിടെ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള ഒരു തൗഫീക്കിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോയിരിക്കുകയാണ്. മൂന്നാമത്തത് അൽഹംദുലില്ലാഹ് മക്കയിലെ ഹറമിൽ എവിടെ ചെയ്യുന്ന ഇബാദത്തുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല 1,00,000 പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞ് നമ്മുടെ നന്മയുടെ കിതാബുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 1,00,000 സുബ്ഹാനല്ലാഹ് പറഞ്ഞ നന്മ അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി വെക്കും എന്നുള്ളതാണ്. 1 റിയാൽ ഒരാൾ സദഖ ചെയ്തു, ആരും അറിയാതെ സദഖ ചെയ്തു അള്ളാഹുവിന് വേണ്ടി, അള്ളാഹു സുബ്ഹാനഹു വ തആല 1,00,000 റിയാൽ സദഖ ചെയ്ത പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കിതാബിൽ എഴുതി വെക്കും. എത്ര ലക്ഷം ഉറുപ്പ്യയായി? ഏകദേശം 23 ലക്ഷം ഉറുപ്പ്യ സംഭാവന ചെയ്ത പ്രതിഫലമാണ് 1 റിയാൽ കൊടുത്തത് കാരണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കിതാബിൽ എഴുതി വെക്കുന്നത്. ഇത്രയും പ്രതിഫലം നൽകുന്ന ഒരു സ്ഥലത്തേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോകുന്നത്. മൂന്നാമത്തേത് അൽഹംദുലില്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ്റെ ആയത്തുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം സന്ദർഭങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ച ഒരു മണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകൾ, അമാനുഷികമായ ശക്തികൾ എത്രയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു അല്ലേ. അവർ പറഞ്ഞു, മക്കാക്കാർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് താനൊരു പ്രവാചകനാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ആകാശത്ത് കാണുന്ന ആ ചന്ദ്രനൊന്ന് പിളർത്തി കാണിക്കണമെന്ന് പറഞ്ഞു. ആകാശത്ത് കാണുന്ന ആ ചന്ദ്രനൊന്ന് പിളർത്തി കാണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ തൻ്റെ വലത് കൈയിൻ്റെ ചൂണ്ടുവിരലുകൾ ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രന് മുമ്പിൽ ഒന്ന് കൈ ഉയർത്തിയപ്പോൾ ആ ചന്ദ്രനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിളർത്തി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയൊരു മുഅ്ജിസത്തായി അൽഹംദുലില്ലാഹ് നമ്മൾ എണ്ണുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളും വലിയൊരു മുഅ്ജിസത്ത് എന്താണ്? ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നൊരു മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ. ഈ ആയത്തുകൾ എത്രയോ തവണ ഇറങ്ങിയ മണ്ണിലേക്കാണ്, ഈ ആയത്തുകളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് എത്രയോ തവണ വന്നൊരു മണ്ണിലേക്കാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പോകുന്നത്. ഈ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം അൽഹംദുലില്ലാഹ് നമ്മൾ പോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തങ്ങൾ പ്രഖ്യാപിച്ച എത്രയോ പ്രഖ്യാപനങ്ങളുടെ പൂർത്തീകരണം നടന്നൊരു മണ്ണിലേക്കാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പോകുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ വെറുതെ ഒരു മണ്ണിലേക്കല്ല പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോവുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും മുഴുവൻ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോകുന്നതാണ്. നമ്മൾ തവാഫ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ ദുൽഹജ്ജ് 4-നായിരിക്കും അല്ല മക്കയിലേക്ക് ഇറങ്ങുക. നമ്മളൊന്ന് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ്. ദുൽഹജ്ജ് 4-ന് ആ മക്കയിൽ നമ്മൾ ഇറങ്ങും. അൽഹംദുലില്ലാഹ് വിശുദ്ധമായ കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മൾ ദൂരത്ത് നിന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും അല്ലെ. ജനനിബിഡമായ കഅബയുടെ ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ജനസഞ്ചയത്തെ ആയിരിക്കും നമ്മൾ കാണുന്നത്. ഒരു കാലം കുത്താൻ പോലും സ്ഥലമില്ലാത്തൊരു സന്ദർഭം. ആളുകൾ മുഴുവനും തിക്കിത്തിരക്കി ആ തവാഫ് ചെയ്യുന്ന ഒരു രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ സന്ദർഭത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കണം. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ പ്രിയപ്പെട്ട പത്നി ഹാജറ റളിയല്ലാഹു തആലയെ കൊണ്ടുപോയി ഉപേക്ഷിക്കുമ്പോൾ ഒരാൾ പോലും അവിടെ ഇല്ല. ഒരാൾ പോലും ഇല്ലാത്തൊരു മരുഭൂമിയിലാണ് ഉപേക്ഷിച്ച് പോയത്. ഇന്നവിടെ ജനനിബിഡമാണ്, നമുക്ക് കാലുകുത്താൻ സ്ഥലമില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കഅബയുടെ പരിസരത്തേക്ക് വരികയാണ്. അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി വരികയാണ്. ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലേക്ക് വീണപ്പോൾ അല്ല ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലേക്ക് ഇട്ടു. ആ സ്ഥലത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ മനസ്സിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക്, ആ കഴുത്തിലേക്ക് ആ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല ഇട്ട ആ സ്ഥലത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഇന്ന് നമുക്ക് കാൽകുത്താൻ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ഇങ്ങനെ പോകുമ്പോൾ മക്കയിലെ കുറിച്ച് നമ്മൾ ഇന്നിങ്ങനെ ആലോചിച്ച് നോക്കണം. അൽഹംദുലില്ലാഹ് ഈ പ്രദേശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കൊണ്ടുവന്നല്ലോ. അല്ലെ നമ്മുടെ നാട്ടിൽ നമ്മളെക്കാൾ കഴിവുള്ള ആളുകളുണ്ട്, നമ്മളെക്കാളും യോഗ്യതയുള്ള ആളുകളുണ്ട്, നമ്മളെക്കാളും പാണ്ഡിത്യമുള്ള ആളുകളുണ്ട്, നമ്മളെക്കാളും അധികാരമുള്ള ആളുകളുണ്ട്, നമ്മളെക്കാളും സൗന്ദര്യമുള്ള ആളുകളുണ്ട്, നമ്മളെക്കാളും എല്ലാ തരത്തിലും യോഗ്യതയുള്ള ആളുകളുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയാണ് ഈ പ്രാവശ്യം ഹജ്ജിന് വേണ്ടി തിരഞ്ഞെടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണ്. ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്ന വഫ്ദുല്ലാ, ഓരോ പ്രദേശത്തെ നിവേദക സംഘങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ അംബാസഡർമാരാണെന്ന് പറയും. ഒരു പ്രദേശത്തിൻ്റെ പ്രതിനിധികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്ന സ്ഥലമാണ് എവിടെ? മക്കയിലേക്ക് നമ്മൾ പോകുന്നതല്ല, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു
അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളെ കൊണ്ടുപോവുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രദേശത്തെക്കുറിച്ചുള്ളൊരു ജ്ഞാനമുണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മം എന്താണ്? ഒന്ന്, വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. 2, ദുആയിൽ അൽഹംദുലില്ലാഹ് നമ്മൾ മുഴുകണം. 3, ഇസ്തിഗ്ഫാർ അൽഹംദുലില്ലാഹ് നമ്മൾ വർദ്ധിപ്പിക്കണം. 4, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് പറയണം. 5, അള്ളാഹുവിൻ്റെ ദിക്റിലായി അൽഹംദുലില്ലാഹ് നമ്മൾക്ക് മുഴുകി അൽഹംദുലില്ലാഹ് നമ്മളെ സമയം ചെലവഴിക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ ഹജ്ജിന് വേണ്ടി അൽഹംദുലില്ലാഹ് ഈ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഈ പ്രദേശത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അൽഹംദുലില്ലാഹ് അവിടെ സമയം ചെലവഴിക്കുക എന്നുള്ളത് വലിയൊരു ആനന്ദകരമായി തീരും. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞു, 1,00,000 സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ കിതാബിൽ എഴുതി വെച്ചു. 2 സുബ്ഹാനല്ലാഹ് പറഞ്ഞു, 2 കിതാബുകളിൽ അൽഹംദുലില്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല 2,00,000 നന്മകൾ എഴുതി വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ പ്രവേശിപ്പിച്ചു. അവിടെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു. ആ മനുഷ്യൻ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന സമയത്താണ് ആ മനുഷ്യന് നല്ലൊരു മണം, ഒരു വാസന, ഒരു സുഗന്ധം ആ മനുഷ്യൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ വരുന്നത്. ഭയങ്കര സുഗന്ധമാണ്. അപ്പോൾ ആ മലക്കുകളോട് ആ മനുഷ്യൻ ചോദിച്ചു, സ്വർഗ്ഗത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളോട് ചോദിച്ചു, ഞാൻ എത്രയോ കാലമായി ഞാൻ സ്വർഗ്ഗത്തിൽ, പക്ഷേ ഇതുപോലുള്ളൊരു സുഗന്ധം ഞാൻ സ്വർഗ്ഗത്തിൽ ആസ്വദിച്ചിട്ടില്ലല്ലോ, എവിടുന്നാണ് ഈ സുഗന്ധം വരുന്നത്? ആ മനുഷ്യൻ മലക്കുകളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ മലക്കുകൾ പറയും, നിങ്ങളെക്കാളും ഒരു ദറജ കൂടുതലുള്ള, നിങ്ങളെക്കാളും ഒരു പദവി കൂടുതലുള്ള ഒരു സ്വർഗവാസിയുടെ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു മണമാണ് നിങ്ങൾ ഇന്ന് ആസ്വദിച്ചത്. നിങ്ങളെക്കാളും ഒരു പദവി കൂടുതലുള്ള ഒരു സ്വർഗവാസിയുടെ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു സുഗന്ധമാണ് നിങ്ങൾ ആസ്വദിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിലൊന്ന് മറിഞ്ഞു കിടന്നപ്പോൾ ആ സുഗന്ധം നിങ്ങളുടെ മൂക്കിലേക്കൊന്ന് വന്നതേ ഉള്ളൂ. ഈ മനുഷ്യൻ ചോദിക്കുമ്പോൾ, വല്ലാത്ത സുഗന്ധമായി പോയി, എന്നേക്കാളും എന്ത് അമലുകളാണ് അദ്ദേഹം കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്? മലക്കുകളോട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, എന്നേക്കാളും ഒരു ദറജ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാളും എന്ത് ദറജയാണ്, എന്ത് അമലുകളാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ളത്? അപ്പോൾ മലക്കുകൾ പറയും, നിങ്ങളെക്കാളും ഒരു സുബ്ഹാനല്ലാഹ് അദ്ദേഹം കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്, വേറൊന്നുമില്ല. അപ്പോൾ ആ മനുഷ്യന് ദുഃഖമുണ്ടാകും, സങ്കടമുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ സങ്കടമുണ്ടാവുകയുള്ളൂ, ദുനിയാവിൽ എത്രയോ സുബ്ഹാനല്ലാഹ് പറയാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അഥവാ പറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ദറജ എത്ര കൂടുമായിരുന്നു എന്ന് ആ മനുഷ്യൻ സങ്കടപ്പെടുന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞു, 1,00,000 സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കിതാബുകളിൽ എഴുതി. ഒരു ഖുർആൻ്റെ ആയത്തോതി അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000 ആയത്തുകളുടെ ഓതിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കിതാബുകളിൽ എഴുതി വെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുകളാണ്, തങ്ങൾ കള പറയൂല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. തങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാണ് പറഞ്ഞത്, വമാ യൻതിഖു അനിൽ ഹവാ, തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം, ഹവപ്രകാരം, ഇച്ഛപ്രകാരം തങ്ങൾ സംസാരിക്കുന്നില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹ്യു കൊണ്ട് മാത്രമാണ് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മൾ മക്കയിലേക്ക് പോകുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളെ മനസ്സിങ്ങനെ വേവലാതിക്കൊള്ളും. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞു, ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇനി തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തവാഫിന് 2 പ്രതിഫലമാണ്. ഒരു കാല് നിങ്ങൾ പൊക്കുമ്പോൾ നിങ്ങളുടെ ഒരു പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു വെക്കും. വീണ്ടും ആ കാലൊന്ന് നിലത്ത് വെക്കുമ്പോൾ ഒരു നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കിതാബുകൾ എഴുതി വെക്കും. എത്ര തവാഫിന് എത്ര ചവിട്ടടികൾ വെക്കുന്നോ അത്രയും തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ക്കും, അത്രയും നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കിതാബുകൾ എഴുതി വെക്കുന്ന. ഇത്രയും പരിശുദ്ധമായൊരു പ്രദേശത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മക്കയിൽ താമസിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ മുഴുവനും അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ താമസിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രതിഫലവും പ്രയോജനം കിട്ടുള്ളൂ. രണ്ടാമത്തേത് അൽഹംദുലില്ലാഹ് നമ്മൾ മക്കയിൽ അൽഹംദുലില്ലാഹ് താമസിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പിന്നെ നമ്മൾ ഹജ്ജിന് വേണ്ടി പോകുന്ന 3 സ്ഥലങ്ങളുണ്ട്. 1 അറഫ, 2 മിന, 3 മുസ്ദലിഫ. ഈ 3 സ്ഥലങ്ങളാണ് അൽഹംദുലില്ലാഹ് ഹജ്ജിൻ്റെ അമലുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പോകാനുള്ളത്. നമ്മൾ ദുൽഹജ്ജ് 8 മുതലാണ് നമ്മുടെ ഹജ്ജ് ആരംഭിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ദുൽഹജ്ജ് 8 മുതലാണ്. നമ്മൾ ദുൽഹജ്ജ് 4 തന്നെ പോയി കഴിഞ്ഞാൽ അന്ന് ഹജ്ജ് ആരംഭിക്കുന്നില്ല. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നലെ നമ്മൾ തീരുമാനം എടുത്തത് അൽഹംദുലില്ലാഹ് നമ്മൾ ഉംറയ്ക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് നിയ്യത്ത് കെട്ടിയിട്ടാണ് പോകുന്നത്. 3 തരത്തിലുള്ള ഹജ്ജാണുള്ളത്. ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അൽഹംദുലില്ലാഹ് 3 തരത്തിലുള്ള ഹജ്ജാണ്. 1 ഇഫ്രാദ്, ഹജ്ജ് മാത്രം ഉദ്ദേശിച്ച ഒരു മനുഷ്യൻ മക്കയിലേക്ക് പോയി ഹജ്ജ് ചെയ്ത ആ മനുഷ്യൻ തിരിച്ചു വരികയാണ്. അയാൾക്ക് മറ്റ് ഉദ്ദേശങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാഹ് അദ്ദേഹം തിരിച്ചു വന്നു. ഇതിന് ഇഫ്രാദ് എന്ന് പറയും. ഈ ഹജ്ജാണ് ഒരാൾ നിർവഹിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് അറവ് നിർബന്ധമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഹജ്ജാണ്. ആ ഹജ്ജിനെ നമ്മൾ ഖീറാൻ എന്ന് പറയും. ഹജ്ജും ഉംറയും ഒന്നിച്ച് നിയ്യത്ത് ചെയ്യാണ്. ഇവിടുന്ന് മീഖാത്തിൽ വെച്ച് നിയ്യത്ത് ചെയ്യുമ്പോൾ തന്നെ ആ മനുഷ്യൻ പറയും, ഞാൻ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി അൽഹംദുലില്ലാഹ് നിയ്യത്ത് ചെയ്തു. എങ്കിൽ ആ മനുഷ്യന് ഹജ്ജും ഉംറയും ഒന്നിച്ച് കരുതി
ആ മനുഷ്യൻ്റെ ഹജ്ജിൻ്റെ പേരാണ് ഖീറാൻ. മൂന്നാമത്തെ രീതിയാണ് അൽഹംദുലില്ലാഹ് ഒരു മനുഷ്യൻ ഉംറ നിർവഹിച്ചു തഹല്ലുലായി ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ വീണ്ടും ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തു, ഈ ഹജ്ജിൻ്റെ പേരാണ് തമത്തുഇൻ്റെ ഹജ്ജ് എന്ന്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഹജ്ജാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ 3 രൂപത്തിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. 3 ഏറ്റവും ശ്രേഷ്ഠമാണ്. ഷാഫി മദ്ഹബ് പ്രകാരം ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ് ഇഫ്രാദിൻ്റെ ഹജ്ജാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഹജ്ജ് അത് ഖീറാൻ്റെ ഹജ്ജാണ്. സഹാബാക്കളായ മുഴുവൻ മഹാന്മാരും ചെയ്ത ഹജ്ജ് അത് തമത്തുഇൻ്റെ ഹജ്ജാണ്. ഈ 3 ഏത് ഹജ്ജ് വേണമെങ്കിലും അൽഹംദുലില്ലാഹ് നമുക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് വിരോധമില്ല. അൽഹംദുലില്ലാഹ് ഈ 3 ഏത് ഹജ്ജ് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. പക്ഷേ അത് നമ്മളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹജ്ജ് തമത്തുഇൻ്റെ ഹജ്ജാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 4 ഇൻഷാ അല്ലാഹ് നമ്മൾ യാത്ര പോകും. നമ്മൾ ഇൻഷാ അല്ലാഹ് കോഴിക്കോട് എയർപോർട്ടിൽ വെച്ച് ഉംറയ്ക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നിയത്ത് ചെയ്യും. ഉംറയുടെ നിയത്തിലാണ് നമ്മൾ പോകുന്നത്. ഇതിന് എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉംറയുടെ നിയത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പോകും. ഇൻഷാ അല്ലാഹ് ഉംറ ചെയ്ത് തവാഫ് ചെയ്ത് സഅയ് ചെയ്ത് മുടി കളഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ തഹല്ലുലാവും. തഹല്ലുലാന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ പേര് മുഹ്രിം എന്നാണ്. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു മനുഷ്യൻ എന്നാണ്. അതിന് ഒഴിവാവാൻ വേണ്ടി മുടിയെടുക്കുന്നതിൻ്റെ പേരാണ് തഹല്ലുലാവുക എന്നുള്ളത്. അൽഹംദുലില്ലാഹ് ആ മനുഷ്യൻ പിന്നീട് തഹല്ലുലായി അദ്ദേഹത്തിന് പഴയൊരു ജീവിതം തന്നെ നയിക്കാൻ വേണ്ടി സാധിക്കും. ഇഹ്റാമിലൊരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ സാധാരണഗതിയിൽ ആണുങ്ങൾ തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, തൊപ്പി ധരിക്കാൻ പാടില്ല, തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, അല്ല ഇന്നർ വെയറുകൾ അല്ല ബനിയനോ ഷഡ്ഡിയോ ധരിക്കാൻ പാടില്ല, സോക്സ് ധരിക്കാൻ പാടില്ല, ഷൂ ധരിക്കാൻ പാടില്ല. ഇത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. 2, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാ സമയത്തും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കൽ സുന്നത്താണ്. പക്ഷേ ഇഹ്റാമിൽ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കൽ ഹറാമാണ്. അഥവാ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് ഫിദിയ കൊടുക്കേണ്ടതായിട്ട് വരും. മൂന്നാമത്തേത് അൽഹംദുലില്ലാഹ് എണ്ണ ഉപയോഗിക്കാൻ പാടില്ല, തലയിൽ എണ്ണ തേക്കാൻ പാടില്ല. അല്ലെ, വെള്ളിയാഴ്ചക്ക് എണ്ണ തേക്കൽ സുന്നത്താണ്. പക്ഷേ ഇഹ്റാമിൽ എണ്ണ തേക്കാൻ പാടില്ല. നാലാമത്തെ നഖം, മുടി, രോമങ്ങൾ ഇവ കളയാൻ പാടില്ല. ചില ആളുകൾ നഖം കടിക്കും, ചില ആളുകൾ മുടി പറിച്ച് വിൽക്കും. ഇതൊന്നും ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ല. വികാരത്തോടു കൂടിയുള്ള നോട്ടം, സംസാരം ഭാര്യമാർ കൂടെ ഉണ്ടെങ്കിൽ പോലും നിർവഹിക്കാൻ പാടില്ല. വേട്ടയാടാൻ പാടില്ല. വിവാഹ ബന്ധങ്ങളിൽ നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇത്രയും സംഗതികൾ ഇഹ്റാമിൽ നിഷിദ്ധമാണ്. തഹല്ലുലായി കഴിഞ്ഞാൽ ഇതെല്ലാം ഹലാലാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് 4-ാം തീയതി പോകും. 4-ാം തീയതി ഉംറയുടെ നിയത്തോടു കൂടിയാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ 4-ാം തീയതി പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ ഉംറ പൂർത്തിയായി കഴിഞ്ഞാൽ അന്ന് നമ്മൾ തഹല്ലുലാവും. മുടി മുറിച്ച് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ തഹല്ലുലാവും. ഇനി 5-ാം തീയതി കഴിഞ്ഞ് 6-ാം തീയതി 7-ാം തീയതി ഇൻഷാ അല്ലാഹ് നമ്മൾ വീണ്ടും ഇഹ്റാമിലേക്ക് പ്രവേശിക്കും ഹജ്ജിന് വേണ്ടി. ഇനി നമ്മൾ ഇപ്പോൾ ഉംറക്ക് പോകാനുള്ള തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ തഹല്ലുലായി കഴിഞ്ഞാൽ വീണ്ടും തവാഫിന് വേണ്ടി പോകേണ്ട ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് മക്കയിൽ പോയി തവാഫ് ചെയ്യാം. നമ്മൾ അതേസമയം ഇവിടുന്ന് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ഒന്നിച്ച് അൽഹംദുലില്ലാഹ് നിയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും തവാഫ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാക്കും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ തഹല്ലുലായി ഇൻഷാ അല്ലാഹ് തവാഫിന് വേണ്ടി നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പോവുക. നമ്മൾ 7 ഇൻഷാ അല്ലാഹ് ഹജ്ജിന് വേണ്ടി ഇഹ്റാം നമ്മുടെ റൂമുകളിൽ വെച്ച് ചെയ്യും ഇൻഷാ അല്ലാഹ്. അതാണ് അതിൻ്റെ തർത്തീബ്. മക്കയിൽ അൽഹംദുലില്ലാഹ് മക്കയിൽ താമസിക്കുന്ന ഒരാൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. മക്കയിൽ താമസിക്കുന്ന ഒരാൾ ഉംറ നിർവഹിക്കണമെങ്കിൽ മക്കയുടെ വെളിയിലേക്ക് പോകണം. മക്കയിൽ താമസിക്കുന്ന ഒരാൾ ഉംറ നിർവഹിക്കണമെങ്കിൽ ഇഹ്റാം ചെയ്യാൻ വേണ്ടി മക്കയുടെ വെളിയിലേക്ക് പോകണം. മക്കയിൽ താമസിക്കുന്ന ഒരാൾ ഹജ്ജിന് വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഹജ്ജും ഉംറയും തമ്മിലുള്ള വ്യത്യാസം. മക്കയിൽ വെച്ച് ഉംറ നിർവഹിക്കാൻ വേണ്ടി കരുതുന്ന ആളുകൾ മക്കയുടെ വെളിയിൽ പോയി ഇഹ്റാമിൽ പ്രവേശിക്കണം. മക്കയിൽ വെച്ച് ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മക്കയിലെ താമസ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. 4 സ്ഥലങ്ങളാണ് ഉംറക്ക് ഇഹ്റാം ചെയ്യുന്ന ആളുകൾ പുറത്തേക്ക് പോകേണ്ടത്. 1 തൻഈം എന്ന് പറയും. പക്ഷേ ഇതൊക്കെ നമുക്ക് അവിടുന്ന് സാന്ദർഭികമായിട്ട് നമ്മൾ പറഞ്ഞു തരും. പക്ഷേ അത് 1 തൻഈം, 2 ഉദൈബിയ, 3 ജഹ്റാന, 4 അറഫ. ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ടായിരിക്കണം ഉംറ നിർവഹിക്കേണ്ട ആളുകൾ അൽഹംദുലില്ലാഹ് ഇഹ്റാമിൽ പ്രവേശിച്ച് മക്കയിലേക്ക് വന്ന് ഉംറ നിർവഹിക്കേണ്ടത്. എന്നാൽ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഒരാൾ കരുതി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് തന്നെ അൽഹംദുലില്ലാഹ് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുക. എന്നിട്ട് അദ്ദേഹത്തിന് നേരെ മീനയിലേക്ക് പോയാൽ മതി. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ദുൽഹജ്ജ് 7 ഇൻഷാ അല്ലാഹ് നമ്മൾ വീണ്ടും ഹജ്ജിന് വേണ്ടി ഇഹ്റാമിലേക്ക് പ്രവേശിക്കും. ഇതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ് ബഷീർ ദാരി മുസ്താദ് ഇന്നലെ എടുത്തൊരു തീരുമാനം അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടി പോവുക. ഇൻഷാ അല്ലാഹ് 4 ഉംറ ചെയ്യുക, തഹല്ലുലാവുക. 7 ഇൻഷാ അല്ലാഹ് നമ്മൾ വീണ്ടും ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുക. ഒന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് ഖുദൂമിൻ്റെ തവാഫ് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ സഅയും ചെയ്ത് നേരെ മിനയിലേക്ക് പോവുക. അതിന് സൗകര്യം കിട്ടിയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നിയത്ത് ചെയ്യുക, ഹജ്ജിൻ്റെ നേരെ മിനയിലേക്ക് പോവുക. ഇൻഷാ അല്ലാഹ് ആ സമയത്തെ സന്ദർഭങ്ങളനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്തെ സന്ദർഭങ്ങളനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നത്. മനസ്സിലായില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് യാത്രയിലും ഇൻഷാ അല്ലാഹ് വീണ്ടും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങൾ വീണ്ടും പറയും. അപ്പോൾ ഇനി ഹജ്ജിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഹജ്ജിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള 3 സ്ഥലങ്ങളാണ്. 1 മിന, 2 അറഫ, 3 മുസ്ദലിഫ എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലങ്ങൾ. നമ്മൾ ദുൽഹജ്ജ് 8 മുതൽ ദുൽഹജ്ജ് 13 വരെയുള്ള 6 ദിവസങ്ങളിലാണ് ഹജ്ജ് എന്ന് പറയുന്നത്.
ദുൽഹജ്ജ് 8 മുതൽ ദുൽഹജ്ജ് 13 വരെയുള്ള 6 ദിവസങ്ങൾ. ദുൽഹജ്ജ് 8 ഇതിനൊരു പേരുണ്ട്, യൗമു തർവിയ എന്നാണ്. ദുൽഹജ്ജ് 9 യൗമുൽ അറഫ, അൽ ഹജ്ജു അറഫ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ദുൽഹജ്ജ് 10, 11, 12 അല്ല, ദുൽഹജ്ജ് 10 യൗമുൻ നെഹർ, അറവിൻ്റെ ദിവസമാണ്. ദുൽഹജ്ജ് 11, 12, 13 ഇൻഷാ അല്ലാഹ് അയ്യാമുത്ത ശരീക്കിൻ്റെ ദിവസങ്ങളാണ്. അല്ലെ, നമ്മൾ അയ്യാമുത്ത ശരീക്കിൻ്റെ ദിവസം പറയുന്നത് നമ്മൾ തക്ബീർ തീരുന്ന ദിവസം വരെയാണ്. അല്ലെ, നമ്മളിവിടെ സാധാരണഗതിയിൽ പറയില്ല തക്ബീർ തീരുന്ന ദിവസമാണ്. ആ ദിവസം വരെ നമുക്ക് ഉളിയത്തും ഇറക്കാൻ പറ്റും, ആ ദിവസത്തെ അസർ നിസ്കാരം വരെ. ഇത്രയും സന്ദർഭങ്ങളാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ദുൽഹജ്ജ് 8 യൗമു തർവിയ, ദുൽഹജ്ജ് 9 യൗമുൽ അറഫ, ദുൽഹജ്ജ് 10 യൗമുൻ നെഹർ അറവിൻ്റെ ദിവസം, ദുൽഹജ്ജ് 11, 12, 13 അയ്യാമുത്ത ശരീക്കിൻ്റെ ദിവസങ്ങൾ. എന്താ അയ്യാമുത്ത ശരീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി ഉണക്കുന്ന ദിവസങ്ങൾ എന്നാണ് ഇതിന് അർത്ഥം വെച്ചിരിക്കുന്നത്. എന്തെന്ന്? ഹുദിയത്തിൻ്റെ ഇറച്ചികൾ മക്കയിൽ ഇങ്ങനെ കമ്പുകളിൽ തൂക്കി ഉണക്കും പഴയ കാലത്ത്. ആ ഉണങ്ങുന്ന ദിവസങ്ങൾക്കാണ് അയ്യാമുത്ത ശരീക്കിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ദിവസങ്ങളാണ് അയ്യാമുത്ത ശരീക്കിൻ്റെ ദിവസങ്ങൾ. ഈ 3 ദിവസങ്ങൾ നമ്മൾ കല്ലെറിയണം. ഇനി നമുക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകൾ അൽഹംദുലില്ലാഹ് നമ്മൾ നോക്കുക ഇൻഷാ അല്ലാഹ്. ഈ പ്രദേശങ്ങളൊന്ന് പരിചയപ്പെടുമ്പോൾ നമ്മൾ ദുൽഹജ്ജ് 8 ഇൻഷാ അല്ലാഹ് 7 രാത്രി ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ മിനയിലേക്ക് പോകും. ദുൽഹജ്ജ് 8 നമ്മൾ മിനയിൽ താമസിക്കും ഇൻഷാ അല്ലാഹ്. ദുൽഹജ്ജ് 8 മിനയിൽ താമസിക്കുന്ന യൗമു തർവിയ ഹജ്ജിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിന് വേണ്ടിയാണ്. നാളത്തെ ദിവസം ഇൻഷാ അല്ലാഹ് അറഫയുടെ ദിവസമാണ്. അറഫ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഹജ്ജ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അറഫയ്ക്ക് വേണ്ടി ഒരു ദിവസം മുമ്പ് തന്നെ മിനയിൽ വന്ന ആളുകൾ താമസിക്കും. പഴയ കാലത്ത് വെള്ളം, വിറക് ഇത് രണ്ടായിരുന്നു സൂക്ഷിച്ച് വെച്ചിരുന്നത്. വെള്ളം വേണം, വിറക് വേണം. ഇന്ന് അൽഹംദുലില്ലാഹ് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ 5 നേരത്തെ നിസ്കാരം അവിടെ നിസ്കരിച്ചാൽ മതി. അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജിനെ കുറിച്ച് പറയുന്നത്, തങ്ങൾ അൽഹംദുലില്ലാഹ് ദുൽഹജ്ജ് 8 രാവിലെ അൽഹംദുലില്ലാഹ് എവിടേക്കെത്തി? മിനയിലേക്ക് എത്തി. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ പിറ്റേ ദിവസം സുബഹി നിസ്കാരവും മിനയിൽ വെച്ച് 5 വഖ്ത് നിസ്കരിച്ചു. അതിനുശേഷം അൽഹംദുലില്ലാഹ് അറഫയിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ദുൽഹജ്ജ് 8 ഇശ കഴിഞ്ഞാൽ തന്നെ നമ്മളെ അറഫയിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയാണ് ഇപ്പോൾ സൗദി ഗവൺമെൻറ്റിൻ്റെ ഏകദേശം തർത്തീബ് അങ്ങനെയാണ്. ആളുകൾക്ക് അറഫ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ അറഫയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അറഫയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകൾ ചെയ്യേണ്ടത് അറഫയിൽ വെച്ചാണ്. മിനയിൽ നമ്മൾ അൽഹംദുലില്ലാഹ് ദുൽഹജ്ജ് 8 താമസിച്ചു, 9 അറഫയാണ്. അറഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ളുഹർ ബാങ്ക് മുതൽ മഗ്രിബ് സൂര്യാസ്തമയം വരെയുള്ള സമയമാണ് അറഫയിൽ നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ളുഹർ ബാങ്ക് മുതൽ മഗ്രിബ് സൂര്യാസ്തമയത്തോടു കൂടി അൽഹംദുലില്ലാഹ് നമ്മൾ അറഫയിൽ നിന്നും യാത്ര പോകണം. അറഫയിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമൽ എന്താണ്? ദുആ ചെയ്യുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം വരെ അള്ളാഹുവിനോട് ദുആയിലായിട്ട് കഴിഞ്ഞുകൂടി എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തിൻ്റെ ദിവസമാണ് അറഫയുടെ ദിവസം. ഏറ്റവും സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇത്രയും സന്തോഷമുള്ളൊരു ദിവസം വേറെയില്ല. കാരണം എന്താണ്? ജീവിതകാലത്ത് ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരികയാണ്. മുഴുവൻ പാപങ്ങളും. നമ്മൾ സാധാരണ മൊബൈലിൽ പറയും ഓൾ ഡിലീറ്റ് എന്നുള്ള കമാൻഡ്. ഓൾ ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലെന്തും ഉണ്ടാവില്ല അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയും അതിനെ ഫോർമാറ്റ് ചെയ്തു. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരികയാണ് അറഫയിൽ നൃത്തം കാരണമായിട്ട്. ഒരു പാപങ്ങൾ പോലും അവശേഷിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ കഴുകി വൃത്തിയാക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹു ആകാശത്ത് നിന്ന് മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ളുഹറിൻ്റെ സമയം. ഒരു തുണി, ഒരു മുണ്ട് മാത്രം ഉടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ അറഫയിൽ നിൽക്കുകയാണ്. മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങളൊന്ന് അറഫയിലേക്ക് നോക്ക്. രാജാവ് വന്നിട്ടുണ്ട്. എങ്ങനെയാ? ഒരടിമയെപ്പോലെ ഒരു തുണി, ഒരു മേൽമുണ്ട് മാത്രം ധരിച്ചുകൊണ്ട്. ഫക്കീറന്മാർ വന്നിട്ടുണ്ട്, മിസ്കീന്മാർ വന്നിട്ടുണ്ട്, രോഗികൾ വന്നിട്ടുണ്ട്, ആരോഗ്യമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും വേഷം ഒന്ന് മാത്രമാണ്, ഒരു തുണിയും ഒരു മേൽമുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് എൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കാൻ വേണ്ടി വന്ന ആളുകളാണെന്ന് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ്. 1-ാം ആകാശത്തിലേക്ക് അള്ളാഹുവിൻ്റെ തജല്ലിയാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്നു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഈ ആൾക്കൂട്ടത്തെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കും. എന്നിട്ട് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കെന്താണ്? ഈ കൂടിയ ആളുകൾക്ക് മുഴുവൻ ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു. വലിയ പാപങ്ങൾ ചെയ്ത ആളുകളുണ്ടാവും, വലിയ കുറ്റങ്ങൾ ചെയ്ത ആളുകളുണ്ടാവും, ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും അല്ലേ കുറ്റങ്ങളിൽ വ്യാപൃതരായ ആളുകളുണ്ടാവും. അവരുടെ എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഇത് പറയാണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. റസൂലുള്ളാഹിൻ്റെ ഏറ്റവും അടുത്തൊരു സഹാബിയാണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ മോനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു. മോൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു. ഉപ്പ മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. ഉപ്പാൻ്റെ അടുത്തേക്ക് മോന് പോയി. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സന്നിധിയിലേക്ക് മോന് പോയി.
ഉപ്പ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കരത്തിലേക്ക് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മരണാസന്നനായിട്ട് കിടക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോൻ ചോദിച്ചു, അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല പ്രിയപ്പെട്ട ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ എന്തിനാണ് കരയുന്നത്? ഉപ്പ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിയാണ് ഒന്നാമത്തത്, അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ പ്രത്യേകമായ ഷഫായത്ത് ഉപ്പാക്ക് എന്തായാലും കിട്ടും. 2, ദീനിന് വേണ്ടി ധാരാളം ഖിദ്മത്ത് ചെയ്ത വ്യക്തിയാണ്. ഈ നിലയിൽ അള്ളാഹുവിൻ്റെ പരിപൂർണമായ അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും, നിങ്ങൾ എന്തിനാണ് കരയുന്നത് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ചുമരിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ടാണ് കരയുന്നുള്ളത്. ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നു. എന്നിട്ട് മോനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മോനെ, എൻ്റെ ജീവിതത്തിൽ 3 അവസ്ഥകൾ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ 3 അവസ്ഥകൾ കടന്നു പോയിട്ടുണ്ട്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി മദീനയിലേക്ക് വന്നു. തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് തങ്ങളുടെ മുഖത്തേക്ക് ഞാൻ ഇന്ന് വരെ ഒന്ന് കണ്ണുയർത്തി നോക്കിയിട്ടില്ല. തങ്ങൾ എങ്ങനെയുള്ള ആളെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അത്രയും ബഹുമാനത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുള്ളത്. ഞാൻ തങ്ങളിലേക്ക് വന്നു, തങ്ങളിലേക്ക് ബയ്യത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ കൈനീട്ടി, മുസ്ലിമാവാൻ വേണ്ടി ഞാൻ തങ്ങളിലേക്ക് കൈനീട്ടി. തങ്ങൾ എന്നിലേക്ക് കൈനീട്ടിയപ്പോൾ ഞാൻ കൈ വലിച്ചു. തങ്ങൾ എന്നിലേക്ക് കൈനീട്ടിയപ്പോൾ ഞാൻ എൻ്റെ കൈ പിൻവലിച്ച് കളഞ്ഞു. എന്നോട് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അംറ ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ദൈവത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്തു പോയ ആളാണ്. എൻ്റെ തെറ്റുകൾ മുഴുവൻ മാപ്പാക്കി തരുമോ റസൂലെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് 3 കാര്യങ്ങൾ പറഞ്ഞു. അംറ, നീ അറിയണം, ഒരു മനുഷ്യൻ കുഫറിൻ്റെ അവസ്ഥയിൽ നിന്നും ഈമാൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാപ്പാക്കി കൊടുക്കും. ഈമാൻ്റെ അവസ്ഥയിൽ, കുഫറിൻ്റെ അവസ്ഥയിലായിരുന്നു, കാഫിറായിരുന്നു, ഈമാൻ്റെ അവസ്ഥയിലേക്ക് വന്ന് മുസ്ലിമായി ആ മനുഷ്യൻ്റെ സർവ്വമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും. രണ്ടാമതായി എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അംറേ, ഒരു മനുഷ്യന് ഹിജ്റ ചെയ്തു മദീനയിലേക്ക് വന്നു, അവൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് മാപ്പാക്കി കൊടുക്കും. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തു, ആ മനുഷ്യൻ്റെ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു, അവൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് മാപ്പാക്കി കൊടുക്കുന്നതാണ്. അള്ളാഹ് കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി. ഇത്രയും വലിയ പ്രതീക്ഷയുടെ ഒരു അമലാണ് അൽഹംദുലില്ലാഹ് നമ്മളുടെ ഹജ്ജ് എന്ന് പറയുന്ന ഈ അമൽ. ഇത്രയും വലിയ പ്രതീക്ഷയുടെ അമലാണ്. അറഫയിൽ നിന്നും അള്ളാഹുവിലേക്കൊന്ന് കൈ ഉയർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നുണ്ട്, തങ്ങളെപ്പോഴും പുഞ്ചിരിക്കലാണ്, സഹാബാക്കളോട് പുഞ്ചിരിക്കും. നല്ല ചെറിയ മുഖങ്ങളോട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കും. പക്ഷെ അപൂർവമായ ചില സന്ദർഭങ്ങളിൽ തങ്ങളുടെ അണപ്പല്ലുകൾ കാണുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ടുണ്ടെന്ന് പറയും. അതിലൊരു സംഭവമാണ്, അറഫയുടെ ദിവസം വൈകുന്നേരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു അള്ളാഹുവിലേക്ക് അടുത്തു. ഇങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ ചിരിക്കുകയാണ്. സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇപ്രകാരം ചിരിക്കാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇബ്ലീസിനെ കാണിച്ചു തന്നു. ഇന്നത്തെ ദിവസം നിരാശനായതുപോലെ ഇബ്ലീസ് അവൻ്റെ ജീവിതത്തിൽ നിരാശനായിട്ടില്ല. ഇന്നത്തെ ദിവസം നിരാശനായതുപോലെ ഇബ്ലീസ് അവൻ്റെ ജീവിതത്തിൽ നിരാശനായിട്ടില്ല. ഇബ്ലീസിനെ ഞാൻ കണ്ടു. അവൻ മെലിഞ്ഞവനായി, അവൻ ദുഃഖിതനായി, അവൻ ഏറ്റവും നിന്ദ്യനായി, അവൻ തലയിലേക്ക് മണ്ണ് വാരിയിട്ടുകൊണ്ട് ശബ്ദമുയർത്തിക്കൊണ്ട് അവൻ ഓടിപ്പോകുന്ന രംഗമാണ് ഞാൻ കണ്ടത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇബ്ലീസ് നിന്ദ്യനായി, നഗ്നനായി, ഏറ്റവും മോശമായ അവസ്ഥയിൽ തലയിലേക്ക് മണ്ണ് വാരിയിട്ട് കൊണ്ടുപോടുന്ന രംഗം ഞാൻ കണ്ടു. അത് കണ്ടപ്പോഴാണ് ഞാൻ ചിരിച്ചു പോയതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂല്, ഇബ്ലീസ് ഇത്രയും നിന്ദ്യനും നഗ്നനുമാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ ഇബ്ലീസ് പാപങ്ങളിൽ അകപ്പെടുത്തി, പാപങ്ങൾ ചെയ്യിച്ചു. ജീവിതകാലം മുഴുവൻ ആ മനുഷ്യനെ പാപങ്ങൾ ചെയ്യിച്ചു ആ മനുഷ്യൻ നരകത്തിലേക്ക് അടുത്തു. ഈ സമയത്താണ് ആ മനുഷ്യൻ്റെ നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിൻ്റെ നോട്ടം നോക്കുന്നത്. അള്ളാഹു റഹ്മത്തിൻ്റെ നോട്ടം, കാരുണ്യത്തിൻ്റെ നോട്ടം ആ മനുഷ്യനെ നോക്കി ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ അറഫയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആ മനുഷ്യൻ അറഫയിൽ നിന്നു തൗബയോടുകൂടി, പക്ഷാത്താപ മനസ്സോടുകൂടി ആകാശത്തേക്കൊന്ന് കയ്യുയർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മാപ്പാക്കി കൊടുത്തു. ഈ സന്ദർഭത്തിലാണ് ഇബ്ലീസ് ഏറ്റവും നിന്ദ്യനും നഗ്നനുമായി പോയതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ വെറുതെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറഫയിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ കഴിഞ്ഞു പോയ മുഴുവൻ പാപങ്ങളെ നമുക്ക് മാപ്പാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ആ ഒരു അവസ്ഥകളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അൽഹംദുലില്ലാഹ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അറഫയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി അൽഹംദുലില്ലാഹ് അറഫയിൽ നിന്ന് നമ്മൾ വീണ്ടും മുസ്ദലിഫയിലേക്ക് വരികയാണ്. ഈ 3 സ്ഥലങ്ങളെ അൽഹംദുലില്ലാഹ് നമ്മൾ ആലോചിച്ച് നോക്കണം. 1 അറഫ, 2 മുസ്ദലിഫ, 3
മീന. ഈ 3 നമ്മുടെ മരണാനന്തര ജീവിതത്തിനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലുള്ള മനുഷ്യരുണ്ട്, ഈ മനുഷ്യർ മുഴുവൻ അർഫയിൽ വന്ന് ചേരുകയാണ്. എല്ലാവരും ഒരേ വേഷമാണ്. എല്ലാവരും അൽഹംദുലില്ലാഹ് എല്ലാ പുരുഷന്മാരും ഒരു തുണിയും ഒരു ഉടുമ്പുതുണ്ടും മാത്രമാണ്. എല്ലാവരുടെ നാവിലും ഒന്ന് മാത്രമാണ് മുഴങ്ങുന്നത്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. വേറൊന്നും പറയുന്നില്ല, ആകെ പറയുന്നത് മാത്രമാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിപ്പോൾ ചായൻ്റെ സമയമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചായ കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാം. ഉച്ചയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മളെ ഭക്ഷണം സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഏറ്റവും മേലെ താമസിച്ചിട്ടുണ്ട്. ആ പുരുഷന്മാർക്ക് ഇൻഷാ അല്ലാഹ് പുറത്ത് തൊട്ടടുത്ത് പള്ളിയുണ്ട്. ഇൻഷാ അല്ലാഹ് അൻസാർ മസ്ജിദ് അവിടെ പോയി നിസ്കരിച്ച് വരാം. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഇൻഷാ അല്ലാഹ് 2 മണിക്ക് വീണ്ടും നമ്മളെ ക്ലാസ് ആരംഭിക്കും. അതിനിടയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതാക്കണം. പിന്നെ നിങ്ങൾ എന്തൊക്കെ യാത്രാ സാമഗ്രികളാണ് കൊണ്ടുപോകേണ്ടത് കരുതേണ്ടത് ഇൻഷാ അല്ലാഹ് ഇതെല്ലാം നിങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടേ ഉണ്ട്. നിങ്ങളെ അതേപോലെ തന്നെ 2 കിതാബുകൾ, അതേപോലെ നിങ്ങളുടെ ബാഗ്, ബാക്കിയുള്ള സംഗതികൾ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഉച്ചക്കത്തെ സെഷനിൽ നിങ്ങൾക്ക് തരും. അത് നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാട്ടെ. എന്തെങ്കിലും സംശയമോ സംഗതിയോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൽ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ഓർമ്മ ചെയ്ത് വെക്കുക. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മൾ സാധാരണ ചെരുപ്പിൻ്റെ കാര്യത്തിലാണ് പല ആളുകളും മറന്നു പോകുന്നത്. ചെരുപ്പ് നമ്മൾ സാധാരണ വയറിലും കാണണം, നമ്മളെ മടമ്പും കാണുന്ന രൂപത്തിലുള്ള ചെരുപ്പാണ് ധരിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ തന്നെ ചെരുപ്പ് പ്രാക്ടീസാണ്. പുതിയ ചെരുപ്പ് കൊണ്ടുവന്നിട്ട് വരും, പിന്നെ കാല് പൊള്ളിയിട്ട് നടക്കുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ സാധാരണ ധരിക്കുന്ന ആ ചെരുപ്പുമായിട്ട് നമ്മൾ കാലൊന്ന് ബന്ധപ്പെടണം ഇൻഷാ അല്ലാഹ്. ഷൂടുന്ന ആളുകൾ ചെരുപ്പിടുമ്പോൾ പിന്നെ പരിചയം ഉണ്ടാവില്ല, പിന്നെ കാലെല്ലാം പൊട്ടി പിന്നെ അതായിട്ട് ഇതായിട്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അൽഹംദുലില്ലാഹ് ഹജ്ജിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ചെരുപ്പ് നിങ്ങളെ കാലിലേക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ പിന്നെ ആടെ എത്തിയിട്ട് പിന്നെ ഒറ്റ ദിവസം കൊണ്ടേ നടക്കുള്ളൂ. കാലെല്ലാം പൊള്ളിയിട്ട് നടക്കാൻ കഴിയുന്നില്ല, ചെരുപ്പിടാണ്ട് നടക്കാൻ കഴിയുന്നില്ല, ചെരുപ്പിട്ടിട്ട് നടക്കാൻ കഴിയില്ല. പിന്നെ അത് വലിയൊരു പ്രയാസമായിട്ട് മാറിപ്പോകും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഈ വിഷയങ്ങൾ മുഴുവൻ ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ഹാജിയായ അമലുകൾ ചെയ്ത് അൽഹംദുലില്ലാഹ് ലോകത്ത് ജീവിക്കാറുള്ള ശിഷ്ട ജീവിതം എന്നുള്ളതാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് അൽഹംദുലില്ലാഹ് നമ്മൾ എത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അൽഹംദുലില്ലാഹ് വലിയ സാന്നിധ്യത്തോടു കൂടി അൽഹംദുലില്ലാഹ് നമ്മുടെ ഹൃദയം അൽഹംദുലില്ലാഹ് നമ്മളെ അമലുമായിട്ട് ബന്ധപ്പെടുത്തണം. അങ്ങനെയുള്ളൊരു നിയത്തോടു കൂടി പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഹാജിയായിട്ട് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ പേര് മാത്രം ഉണ്ടാവും, ഹാജി എന്നുള്ള പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹജ്ജ് ചെയ്തു അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തൂല. അള്ളാഹു നല്ല അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ യാത്രയ്ക്ക് ചില മുൻകരുതലുകൾ അൽഹംദുലില്ലാഹ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് യാത്രാ സംബന്ധമായ ഒരു പഠനം. ഞാൻ ഇന്നലെ നമ്മൾ ഗ്രൂപ്പിലിട്ടിരുന്നു തൽബിയത്തിനെ കുറിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തെറ്റുകൂടാതെ തൽബിയത്ത് പഠിക്കണം. ഓരോ സന്ദർഭങ്ങളിലും ചെയ്യേണ്ട ചില ദുആക്കളുണ്ട്, അത് ആ സന്ദർഭത്തിൽ തന്നെ പറയണം. അതിനാണ് പ്രത്യേകതയുള്ളത്. ഇപ്പോൾ റമദാൻ മാസം സമാഗതമായി കഴിഞ്ഞാൽ നമ്മൾ പറയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. ഇതെന്തിനാണ് നമ്മൾ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. നിങ്ങൾക്കിലേക്ക് റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ നിങ്ങൾ 4 വചനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിൽ 2 വചനങ്ങൾ അള്ളാഹുവിന് ഇഷ്ടകരമായതാണ്, 2 വചനങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായതാണ്. ഇതാണ് ആ ഹദീസ്. 2 വചനങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായതാണ്, 2 വചനങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായതാണ്. ഇത് നിങ്ങൾ റമദാനായി കഴിഞ്ഞാൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ചോദിക്കുന്നതിനേക്കാളും ഇരട്ടി പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് അമൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. എന്താ നമ്മൾ പറയുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന അള്ളാഹു നീ എനിക്ക് സ്വർഗ്ഗം നൽകണം. വഅഊദു ബിക മിനൻ നാർ അള്ളാഹു നരക ശിക്ഷയിൽ നീ എന്നെ കാത്ത് രക്ഷിക്കണം. ഇത് അൽഹംദുലില്ലാഹ് നമ്മൾ റമദാനിൽ പറയുന്ന പ്രതിഫലം ഇപ്പോൾ കിട്ടൂല. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ഇതേപോലെ തന്നെയാണ് ഒരാൾ ഉംറയ്ക്ക് യാത്രയ്ക്ക് ഇഹ്റാം പ്രവേശിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാം ചെയ്യുന്നതിനേക്കാളും അദ്ദേഹത്തിന് പ്രതിഫലമുള്ള കാര്യം എന്താണ്? തൽബിയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ലബ്ബൈക്കയുടെ വചനങ്ങൾ ഏതെല്ലാം വസ്തുക്കളല്ല ഷജറ വ ഹജറ, നിങ്ങൾ മരമോ അല്ലെങ്കിൽ കല്ലോ കേൾക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നിങ്ങളോടൊപ്പം അത് ഏറ്റു പറയും. നിങ്ങൾ ഉറക്കെ പറയുമ്പോൾ നിങ്ങളോടൊപ്പം അത് ഏറ്റു പറയും. നിങ്ങൾ ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്തതിന് സാക്ഷിയായി നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് നിങ്ങൾക്ക് സാക്ഷിയായി രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഏതൊരു അമലുകളും ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു സംഗതി പോലും ഈ ഉമ്മത്തികൾക്ക് കാണിച്ചു തരാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് യാത്ര പോയിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ച് അൽഹംദുലില്ലാഹ് നമ്മൾ അമൽ ചെയ്യുമ്പോഴാണ് അൽഹംദുലില്ലാഹ് നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ട്. അതൊന്ന്. രണ്ടാമത്തത്, ഇത് പഠിച്ച് അമൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മാനസികമായ ഒരു അടുപ്പമുണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ സാധാരണ ഇതിന് ഹാജിമാരോട് പറയാറുണ്ട്, നമ്മൾ കാബനെ കണ്ടു ഒരു മനുഷ്യൻ, അല്ല കാബനെ കാണുന്ന സമയത്ത് ചെയ്യുന്ന ദുആ സ്വീകരിക്കുമെന്നുള്ളത് സഹിയായ ഹദീസാണ്. ആദ്യമായി കാബ കാണുകയാണ്, അല്ലെ കണ്ണുകൾ തുറന്നുകൊണ്ട് ആ കാബ കാണുന്ന സമയത്ത് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് എന്താ ദുആ ചെയ്യേണ്ടത്? ഉലമാക്കൾ എഴുതി വെച്ചു, അള്ളാഹു എൻ്റെ എല്ലാ ദുആക്കളും നീ സ്വീകരിക്കണമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞ്
ആ ദുആ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള എല്ലാ ദുആക്കളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. പക്ഷേ കഅബ കാണുമ്പോൾ തന്നെ പറയേണ്ട ചില സംഗതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കഅബയെ കാണുമ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തുക, 3 പ്രാവശ്യം പറയാം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയാം. അതിനുശേഷം അൽഹംദുലില്ലാഹ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നതാണ് അല്ലാഹു മസ്ജിദ് ആദൽ ബൈത തശ്രീഫൻ വ തക്രീമൻ വ തഅദീമൻ വ മഹാബത്തൻ വ ബിർറ. അല്ലാഹു മസ്ജിദ് അള്ളാഹുവിനോട് പറയാണ് ഷറഫഹ വ അള്ളമഹ മിമ്മൻ ഹജ്ജഹു വ ഇതമറഹു തശ്രീഫൻ വ തക്രീമൻ വ തഅദീമൻ വ ബിർറ. ഇത് നമ്മൾ അൽഹംദുലില്ലാഹ് കഅബനെ കണ്ടുകൊണ്ട് അള്ളാഹു ഇതിൻ്റെ മഹത്വം, ഇതിൻ്റെ ആദരവ്, ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും അള്ളാഹു ഇതിന് നാൾക്ക് നാൾ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നതോടൊപ്പം അള്ളാഹു ഇവിടെ ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾ അല്ലാഹു മസ്ജിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തക്രീമൻ വ തഅദീമൻ വ മഹാബത്തൻ വ ബിർറ എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് അല്ലാഹു മസ്ജിദ് മിമ്മൻ ഹജ്ജഹു വ ഇതമറഹു മിമ്മൻ ഹജ്ജഹു വ ഇതമറഹു. അള്ളാഹു ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഉംറ ചെയ്യാൻ വേണ്ടി ആരെല്ലാം വന്നോ അവർക്കെല്ലാവർക്കും ഈ മഹത്വം നീ നിർത്തി കൊടുക്കണമെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് എന്തുണ്ടാവും? സത്യത്തിൽ അതിൻ്റെ അർത്ഥം അറിയുന്ന ആളുകൾക്ക് രോമാഞ്ചം ഉണ്ടാവും. കാരണം എന്താണ്? ഞാനും ഹജ്ജ് ചെയ്യാൻ വന്നവനാണ്, ഞാനും ഉംറ ചെയ്യാൻ വന്നവനാണ്. ഈ പറയുന്ന ആളുകളുടെ എല്ലാവരുടെയും ദുആയുടെ ഒരു ഓഹരി നമുക്ക് കിട്ടുന്നുള്ളൊരു ബോധം ഇത് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് അൽഹംദുലില്ലാഹ് ഓരോ സന്ദർഭങ്ങളിലും പറയേണ്ട സംഗതികൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയണം. കഅബ നോക്കിക്കൊണ്ട് പറയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഈ കഅബയെ നോക്കിയിട്ട് നിങ്ങൾ പറയണം അല്ലാഹുമ്മ ഹാദൽ ബൈത, അല്ലേ, അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത അല്ലാഹുമ്മ اللهم إن هذا الحرم حرمك إن البيت بيتك والحرم حرمك والأمن أمنك والعبد عبدك وأنا عبدك وابن عبدك اللهم إن هذا المقام العائذ بك من النار اللهم حرم لحومنا وبشرتنا على النار اللهم أجرنا من النار وأجر والدنا من النار. ഇതിപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് കഅബയുടെ മത്താഫിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ നമുക്ക് സത്യത്തിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഏതോ ഒരു ലോകത്തായിരിക്കും. അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതുക്, അള്ളാഹു ഈ വീട് ഇത് നിൻ്റെ വീടാണ്. അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതുക് വൽ ഹറമ ഹറമുക്, ഈ ഹറം നിൻ്റെ ഹറമാണ്. വൽ അംന അംനുക്, അള്ളാഹു യഥാർത്ഥമായ നിർഭയത്വം നിൻ്റെ നിർഭയത്വമാണ്. വൽ അബ്ദ അബ്ദുക്, യഥാർത്ഥമായ അടിമ അള്ളാഹു നിൻ്റെ അടിമയാണ്. വഅന അബ്ദുക്, ഞാൻ നിൻ്റെ വെറും ഒരു അടിമ മാത്രമാണ്. നോക്കിയാൽ മനസ്സിലാവും അല്ലേ? ഞാനിതാ ഒരു തുണിയും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ചുകൊണ്ട് മറ്റൊന്നും എൻ്റെ കയ്യിലില്ല അള്ളാഹു, ഞാനിതാ നിൻ്റെ ഒരു അടിമയാണെന്ന് ഇതാ നിന്നോട് ഞാൻ പറയാണ്. വഅന അബ്ദുക്, ഞാൻ നിൻ്റെ വെറും ഒരു അടിമ മാത്രമാണ്. ഓ ഇബ്നു അബ്ദിക്, ഞാൻ മാത്രമല്ല എൻ്റെ ഉപ്പ എല്ലാം അങ്ങനെ അടിമകളുടെ പരമ്പരയിലൂടെ ജീവിച്ച് എൻ്റെ ഉപ്പ ഒരു അടിമയാണ്, ഞാനൊരു അടിമയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ ഇന്ന ഹാദൽ മഖാം, അള്ളാഹു ഈ പ്രദേശമുണ്ടല്ലോ, ഈ മത്താഫ് ചെയ്യപ്പെടുന്ന, ഈ തവാഫ് ചെയ്യപ്പെടുന്ന, ഈ മത്താഫ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശമുണ്ടല്ലോ അള്ളാഹുവേ, അല്ലാഹുമ്മ ഇന്ന ഹാദൽ മക്കാന അൽ ആയിദു ബിക മിനന്നാർ, ആളുകൾ നരകത്ത് മോചിപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടുന്ന് ആരെങ്കിലും അള്ളാഹുവിനോട് നരകമോചനം ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകും. ആ പ്രതീക്ഷയോട് കൂടി അള്ളാഹു ഞാനിതാ നിൻ്റെ മുമ്പിലേക്ക് മത്താഫിലേക്ക് വന്നു, നിന്നോട് ചോദിക്കുകയാണ് അല്ലാഹുമ്മ ഇന്ന ഹാദൽ മഖാം അൽ ആയിദു ബിക മിനന്നാർ അല്ലാഹുമ്മ ഹർരിം, അള്ളാഹു നീ ഹറാമാക്കണം, അല്ലാഹുമ്മ ഹർരിം നീ ഹറാമാക്കണം, അല്ലാഹുമ്മ ഹർരിം ലുഹൂമനാ വ ബശറത്നാ, എൻ്റെ ഇറച്ചിയും എൻ്റെ തൊലിയും എല്ലാം അള്ളാഹുവേ നീ നരകത്തിന് ഹറാമാക്കണം. അല്ലാഹുമ്മ ഹർരിം ലുഹൂമനാ വ ബശറത്നാ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അള്ളാഹു നീ നരക ശിക്ഷയിൽ നീ എന്നെ കാക്കണം. നമ്മൾ ഇതൊക്കെ അൽഹംദുലില്ലാഹ് അർത്ഥം അറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വികാരവും സ്നേഹവും അള്ളാഹുമായുള്ള ഒരു ബന്ധവും ഇത് വളരെ ഉയർന്നൊരവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അൽഹംദുലില്ലാഹ് ഈ ദീർഘമായ യാത്രയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ എഴുതിയ ഒരു സ്ലിപ്പ്. ഇതിപ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് കൊണ്ടുവരേണ്ടത്, എന്തെല്ലാമാണ് വരേണ്ട, എന്തെല്ലാമാണ് ഇവിടുന്ന് കമ്പനി തരുന്നത്, ഈ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന കടലാസ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തരും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മുസ്ഹാഫ്. സാധാരണഗതിയിൽ ഓതാൻ അറിയാത്ത ആടെത്തിനാൻ പറയും ഞങ്ങൾക്ക് ഈ മുസാഫിൽ ഓതാൻ അറിയാലെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞു അൽഹംദുലില്ലാഹ് ഏറ്റവും കൂടുതൽ ദിക്റുകളും അൽഹംദുലില്ലാഹ് ഖുർആൻ തിലാവത്തും നിർവഹിക്കേണ്ട ഭൂമിയാണത്. ഇപ്പോൾ ദിക്റിൻ്റെയോ മുസാഫിൻ്റെയോ എന്തെങ്കിലും നിങ്ങളിൽ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് കൊണ്ടുപോകാൻ, നിങ്ങൾക്ക് അടുത്ത് ഓതാൻ അറിയുന്നില്ല, നിങ്ങൾ സാധാരണഗതിയിൽ ദിക്ർ ചെയ്യുന്ന പുസ്തകങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക. ഈ 40 ദിവസം ഈ അമലുകളിലേക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ ഇഹ്റാമിൻ്റെ സെറ്റ് ആണുങ്ങളോടാണ് ഇൻഷാ അല്ലാഹ്. 3 സെറ്റ് ഇഹ്റാം നിങ്ങൾ കരുതണം. പണ്ടൊക്കെ നമ്മൾ 3 സെറ്റ് മാത്രമാണ് പറയാറുള്ളത്. പക്ഷേ ഇപ്പോൾ 3 സെറ്റ് എന്ന് പറയാനുള്ള പ്രത്യേകിച്ച് കാരണം 3 സെറ്റ് എടുത്താലും കുടം തന്നെയാണ്. ഇഹ്റാം ഇല്ലാതെ ഹറമിലേക്ക് പ്രവേശിക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ കണ്ടീഷൻ. ഇഹ്റാം ഉണ്ടെങ്കിലേ ഹറമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ മേലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്തും ഹറമിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇഹ്റാം ആവശ്യമാണ്. അതുകൊണ്ട് 3 4 സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിരോധമില്ല അൽഹംദുലില്ലാഹ്. മിനിമം അൽഹംദുലില്ലാഹ് ഒരു 3 സെറ്റ് ഇഹ്റാമെങ്കിലും വേണം. നോർമൽ ഡ്രസ്സ് ഒരു 5 ജോഡിയാണ് പറയുന്നത് ഇൻഷാ അല്ലാഹ്. ഒരു 5 ജോഡി നോർമൽ ഡ്രസ്സിങ്ങൾ എടുക്കണം. സാധാരണഗതിയിൽ ലോണ്ട്രി നമ്മൾ അവിടെ ഉണ്ടെന്ന് പറയും, പക്ഷേ ലോണ്ട്രി ഉണ്ടായുള്ള ദോഷം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലോണ്ട്രി ഉണ്ട് അൽഹംദുലില്ലാഹ്, പക്ഷേ നമ്മൾ അൽക്കാൻ കൊടുത്ത സാധനമായിട്ടുണ്ടായാലും നമുക്ക് തിരിച്ച് കിട്ടുന്നത് 100 കണക്കിന് ആളുകളുടെ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി മറിഞ്ഞിട്ടാണ് പോകുന്നുള്ളത്. ചില ആളുകൾ പറയും അല്ലേ, ഞാൻ കൊടുത്തത് വേണ്ട കുപ്പായിരുന്നു, വന്നത് തോപ്പാണെന്ന് പറയും.
കാരണം ആദ്യം ഇങ്ങനെ നമ്പർ ഇങ്ങനെ കുറിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ അത് 100% ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എങ്കിലും നമുക്കവിടെ അൽക്കാനുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ, ഞാൻ പറഞ്ഞില്ല ഈസ്റ്റേൺ കൺവെൻഷൻ എന്ന് പറയുന്ന ഹോട്ടൽ ഒരൊന്നും നമ്മൾ അൽക്കാനൊന്നും അനുവദിക്കൂല. എങ്കിലും വളരെ സൂക്ഷ്മതയോട് കൂടി അൽഹംദുലില്ലാ നമ്മൾ താമസിക്കാൻ വേണ്ടി 5 6 ജോഡി ഡ്രസ്സ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കരുതുക. പിന്നെ അൽഹംദുലില്ലാ നിങ്ങൾ പവർ ഗ്ലാസ് എപ്പോൾ ഒന്ന് എക്സ്ട്രാ കരുതിക്കൊള്ളണം. ഈ ഗ്ലാസ് ഇതൊന്ന് കാണാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് നമ്മൾ കാണിച്ചു തന്നാലും നിങ്ങൾ കാണേല, നിങ്ങളൊരു കണ്ണടയില്ലാന്ന്. അതുകൊണ്ട് ഒന്ന് നിങ്ങൾ എന്തായാലും എടുക്കാൻ മറക്കരുത്. പക്ഷേ അത് ഒരു എക്സ്ട്രാ ഗ്ലാസും കൂടി, ഒരു വില കുറഞ്ഞൊരു ഗ്ലാസും കൂടി പക്ഷേ അത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു എക്സ്ട്രാ സൂക്ഷിക്കുക. അൽഹംദുലില്ലാ ഓതാനോ അല്ലെങ്കിൽ വായിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാനോ അൽഹംദുലില്ലാ എല്ലാം നിങ്ങൾക്ക് കടലാസ് തരും ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു സൺ ഗ്ലാസ് എല്ലാവരും വാങ്ങണം ഇൻഷാ അല്ലാഹ്. നല്ലൊരു സൺ ഗ്ലാസ് നല്ല തന്നെ വാങ്ങിച്ചോ. ഏറ്റവും ചൂട് കാലത്താണ് നമ്മൾ പോകുന്നത്. നമുക്ക് മത്താഫിലൊന്നും ഇങ്ങനെ കണ്ണ് മീക്കാൻ പറ്റൂല. ഒരു സൺ ഗ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടുത്ത റിഫ്ലക്ഷൻ കാരണമായിട്ട് നമുക്ക് കണ്ണ് തുറക്കാനും കൂടി പറ്റില്ല. ഇങ്ങനെ കണ്ണ് ചിമ്മിയിട്ട് തവാഫ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഒരു സൺ ഗ്ലാസ് അൽഹംദുലില്ലാ നല്ലൊരു സൺ ഗ്ലാസ് നിങ്ങൾ വാങ്ങിയിട്ട് സൂക്ഷിക്കണം. പിന്നെ ബെൽറ്റ് അല്ലെ, പൈസ ഇടുന്ന നമ്മുടെ ബെൽറ്റ് സംഗതികൾ. ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ആൻഡ് മെഡിസിൻ. നമ്മൾ എന്ത് മെഡിസിൻ ആണെങ്കിലും അതിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ടിട്ടുണ്ടാവണം. ബില്ല് വേണമെന്നില്ല. ഒരു പോക്കറ്റ് ഡയറി വിത്ത് ഇമ്പോർട്ടൻറ്റ് ടെലഫോൺ നമ്പേഴ്സ്, ചെറിയൊരു ഡയറിയോ ബുക്കോ എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങളെ ബന്ധപ്പെടാൻ പറ്റിയ ഏറ്റവും അടുത്തൊരു 10 ആളെ നമ്പറെങ്കിലും നിങ്ങൾ എഴുതിയിട്ട് വെക്കണം ഇൻഷാ അല്ലാഹ്. ദുബൈയിലോ സൗദിയിലോ നാട്ടിലോ നിങ്ങളുടെ ബന്ധുക്കളോ ഭർത്താവോ ഭാര്യയോ നിങ്ങൾ ഏറ്റവും അടുത്ത ആളുകൾ, എന്തിനാ എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി അയാളൊന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഇയാളെ ആരെ ബന്ധപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കിട്ടുന്ന സ്ഥലത്ത് തന്നെ അൽഹംദുലില്ലാ ഒരു പോക്കറ്റ് ഡയറി, നിങ്ങൾ ഏറ്റവും അടുത്തൊരു 10 ആളുടെ നമ്പർ നിങ്ങൾ എഴുതി വെച്ചോണം. ഒരാളല്ലെങ്കിൽ വേറെ ഒരാൾ കിട്ടുന്ന രൂപത്തിൽ. ചിലപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ട് വരും, നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ലോക്ക് നമുക്കറിയാലോ, അല്ലെങ്കിൽ എൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടാവും, പിന്നെ ആരും കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടാവില്ല. ഒരു അൽഹംദുലില്ലാ അത്യാവശ്യം നിങ്ങളുടെ നാട്ടിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഒരു 10 ആളുകളുടെ നമ്പർ എഴുതി ഒരു ഡയറി ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സൂക്ഷിച്ച് വെക്കണം. പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഇൻഷാ അല്ലാഹ്. ഈ ബെഡ്ഷീറ്റ് പറയുന്നതിന് അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് അറഫയിലും മുസ്ദലിഫയിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബെഡ്ഷീറ്റ് പറയുന്നത്, അല്ല നമ്മുടെ ആവശ്യത്തിനല്ല. ചായ കുടിച്ചു വന്നതാ. അപ്പോൾ ഒരു 2 ബെഡ്ഷീറ്റ് അൽഹംദുലില്ലാ നോർമൽ ബെഡ്ഷീറ്റ് മതി അൽഹംദുലില്ലാ. നോർമൽ ബെഡ്ഷീറ്റ് 2 ബെഡ്ഷീറ്റ്, വലിയ വില കൂടിയതോ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയുള്ളതൊന്നും വേണ്ട. ഒന്ന് മുസ്ദലിഫയിൽ ഞാൻ പറഞ്ഞില്ല മേലെ ആകാശവും താഴെ ഭൂമി മാത്രമാണുള്ളത്. ഈ അവസ്ഥയിൽ അൽഹംദുലില്ലാ നമുക്ക് കടന്നു തുടങ്ങേണ്ട രാത്രിയുണ്ട്. അതേപോലെ തന്നെ അറഫയിലൊന്നും ഉണ്ടാവില്ല. അതേസമയം മീനയിലുള്ള ടെൻറ്റുകളിൽ അൽഹംദുലില്ലാ ഫെസിലിറ്റീസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ 2 ബെഡ്ഷീറ്റ് നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് കരുതുക. പിന്നെ ഒരു കഞ്ഞിപ്പാത്രവും സ്പൂണും നിങ്ങൾക്ക് വെക്കുക. നമ്മളെ അവിടെ എല്ലാ സമയത്ത് കഞ്ഞി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ കുടിക്കാനുള്ള ചില സംവിധാനങ്ങൾ ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവും. നമ്മളെ കയ്യിൽ അൽഹംദുലില്ലാ ചെറിയൊരു കഞ്ഞിപ്പാത്രം ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ ഏത് സമയത്തും അൽഹംദുലില്ലാ നമുക്കത് ഉപയോഗപ്പെടുത്താം. പ്രത്യേകിച്ച് മീനയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മൾ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാലും ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല. കാരണം ചില സമയത്ത് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല, ചില സമയത്ത് റോഡ് ബ്ലോക്ക് ആയി പോയിട്ടുണ്ടാവും, നമ്മൾ കൊണ്ടുവരുന്ന വണ്ടി എവിടെയെങ്കിലും പോലീസ് തടഞ്ഞു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ റോഡിൽ ചിലപ്പോൾ എന്താ ടിഫിൻ ബോൾ ഒരു മൂടിയുള്ളൊരു കഞ്ഞിപ്പാത്രം നമ്മൾ സാധാരണഗതിയിൽ സ്കൂളിലേക്ക് പിള്ളേർക്ക് കൊടുത്തേക്കുന്നത്. കാരണം മൂടിയുള്ള പറഞ്ഞാൽ ഇപ്പം നമ്മൾ കുടിക്കേണ്ട വയ്യ കുടിക്കാൻ തീരുമാനിച്ചെങ്കിൽ മൂടിയിട്ട് അൽഹംദുലില്ലാ സേഫ്റ്റി ആയിട്ട് അവിടെ വെക്കാം. ടിഫിൻ ബോക്സ് കുറച്ച് വലുത്, നമ്മൾ കഞ്ഞിപ്പാത്രം എന്നാണ് മലയാളത്തിൽ സാധാരണഗതിയിൽ പറയാറ്. ഇതെന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനയിൽ ചില സമയത്ത് നമുക്ക് ഫുഡ് കിട്ടിക്കൊള്ളണം എന്നൊക്കെ സമയത്ത്, അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതിൽ മൂടി വെച്ചിട്ട് അൽഹംദുലില്ലാ കുറച്ച് സമയം വെച്ചിട്ട് അൽഹംദുലില്ലാ വേറൊരു സമയത്ത് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എക്സ്ട്രാ ചപ്പൽ, ആ ചപ്പലിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു നിങ്ങളോട്. ഷൂട്ടിൽ നടക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഇഹ്റാമിലെ 4 ദിവസം നമുക്ക് ഷൂടാൻ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല, അവർ എക്സ്ട്രാ ചെരുപ്പ് ഇടണം. ആ ചെരുപ്പ് ഇപ്പോൾ നമുക്ക് സൂട്ടാക്കിയിട്ട് അൽഹംദുലില്ലാ അതിന് മാറ്റിയും പോകണം. ആ സമയത്ത് കാല് പൊള്ളുന്നി പോയി അല്ല പുതിയ ചെരുപ്പിട്ടത് കാല് പൊള്ളിപ്പോയി പറഞ്ഞാൽ പിന്നെ നമ്മളുടെ അമലുകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അൽഹംദുലില്ലാ ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലും അതേപോലെ തന്നെ മടമ്പും കാണുന്ന രൂപത്തിലുള്ള ഏറ്റവും നല്ല ചെരുപ്പ് നമ്മളെല്ലാം ഇട്ടിട്ടുള്ള ഇങ്ങനത്തെ ചെരുപ്പാണ്. വേക്കൽ വള്ളിയുടെ പറ്റും, പക്ഷെ മടമ്പും ചെരുപ്പും കാണണം. ഇവിടെ ഇത് പറ്റും, മോശമില്ല. ഇത് ബാക്കിയുള്ള ചെരുപ്പുകൾ നമ്മൾ ഇത് പറ്റും. പക്ഷെ അതുകൊണ്ട് ചെരുപ്പ് അൽഹംദുലില്ലാ നിങ്ങളെ കാലിലേക്ക് സൂട്ടായിരിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ സിസേഴ്സ്, അതായത് കത്തിരി, പിന്നെ ട്രിമ്മർ, അതേപോലെ തന്നെ പിന്നെ നമ്മൾ റേസർ. ഇത് നിങ്ങൾ 40 ദിവസത്തെ യാത്രയാണ്, 30 ദിവസത്തിലേക്ക് ഒരിക്കലെങ്കിലും നമ്മൾ നീക്കപ്പെടേണ്ട രോമങ്ങൾ നീക്കപ്പെടണം എന്നുള്ള ഹദീസാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അൽഹംദുലില്ലാ ചെറിയൊരു എന്തെങ്കിലും നിങ്ങൾ കരുതിക്കണം. ഒരു നൈൽ കട്ടർ, ഒരു കത്തിരി അല്ല മുടിയെടുക്കാൻ, അതല്ലെങ്കിൽ പിന്നെ റേസർ, അതല്ലെങ്കിൽ ട്രിമ്മർ, ഇതെല്ലാം അൽഹംദുലില്ലാ നിങ്ങൾ സ്വന്തമായിട്ട് കരുതിക്കൊള്ളണം. പിന്നെ മൾട്ടി പ്ലഗ്, ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശ്വാസം പോലെയാണ് നമ്മളെ മൊബൈൽ. അതുകൊണ്ട് അടുത്ത പ്ലഗ് എന്ന് പറയുന്നത് എപ്പോഴും 4 പിന്നുള്ളതായിരിക്കും. നമ്മളത് റൗണ്ട് പിന്നായിരിക്കും, അത് സ്ക്വയർ പിന്നായിരിക്കും ആടെ ഉള്ളത്. അതുകൊണ്ട് ഒരു മൾട്ടി പ്ലഗ് എപ്പോഴും നിങ്ങളെ കയ്യിൽ അൽഹംദുലില്ലാ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം, നിങ്ങൾക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ ടീ സ്നാക്സ്, അതായത് നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായി കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകല്ലോ, എന്തെങ്കിലും പാട്ടുപത്തല, അല്ലെങ്കിൽ പൊരിയുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച സാധനങ്ങളാണ്. ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സംഗതികൾ നിങ്ങളതിൽ കൊടുത്തിട്ട് അൽഹംദുലില്ലാ സൂക്ഷിച്ചാൽ എല്ലാവർക്കും കൊടുക്കണമുള്ള നിയത്തിൽ തന്നെ എന്തെങ്കിലും കുറച്ച് ഏറെ കൊടുന്നെങ്കിൽ നല്ലതാണ്.
പിന്നെ ഇത്ര സാധനങ്ങൾ നിങ്ങൾ ഇൻഷാല്ല മിനിമം കരുതണം. അതിനെന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് അറിയാം. കമ്പനി തരുന്ന സാധനങ്ങൾ ഇൻഷാല്ല ഒരു ഇത് ബാഗ്, ഒരു വലിയ ബാഗ് ഒരു ഉണ്ടാവും. ബാഗ് എത്തിനാ കൊടുത്തോ നോക്കട്ടെ. പറയാം, അത് പറയാൻ ഞാൻ കമ്പനീൻ്റെ ബാഗ് അൽഹംദുലില്ലാഹ് ഒരു വലിയ നല്ല വീലുള്ള ഒരു ബാഗ് നിങ്ങൾക്ക് തരും ഇൻഷാല്ലാ. ആ ബാഗ് നിങ്ങൾക്ക് ഈ ബാഗ് പിടിക്കുന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏടുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന ആളുകളുടെ ബാഗാണെന്നുള്ളത് കാരണം ഒരുപാട് ആളുകൾ ഇറങ്ങുന്നതാണ്. നമ്മളെ കമ്പനീൻ്റെ അതല്ലാത്ത ബാഗ് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടെന്ന് വരില്ല. ചിലപ്പോൾ എണ്ണം തെറ്റിയിട്ടൊക്കെ അത് എങ്ങോട്ടൊക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ബാഗാണെങ്കിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഫോട്ടോയും സംഗതിയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ അടുത്ത് നമ്മൾ തിരഞ്ഞിട്ട് അത് വരും. നമ്മൾ അതിനെ തിരഞ്ഞിട്ട് പോകണമെന്നില്ല. അപ്പോൾ 2 ബാഗ് തരും അൽഹംദുലില്ലാഹ്. ഒരു ചെറിയ ബാഗ് നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട് അത് എല്ലാത്തിനും കൂടി നമ്മൾ ഡിസൈൻ ചെയ്തൊരു ബാഗാണ് ഇൻഷാല്ലാ. നിങ്ങൾക്ക് ആ ബാഗ് കൊണ്ടുപോകാനാണ് ഈ ബാഗൊക്കെ എടുക്കുന്നതിനേക്കാളും നല്ലത്. നിങ്ങൾക്ക് എല്ലാ സംഗതികളും നിങ്ങൾക്ക് മിനയിലേക്കുള്ള ഡ്രസ്സ്, അതേപോലെ തന്നെ ഹറമിലേക്ക് കൊണ്ടുപോകാനുള്ളത്, സംസമുള്ള അത്യാവശ്യം കീപ്പ് ചെയ്യാനുള്ളത്, നിങ്ങളെ കയ്യിൽ പിടിച്ച് നടക്കാൻ പറ്റുന്നത് നമ്മൾ സ്വയം ഡിസൈൻ ചെയ്തൊരു ബാഗാണ് ഇൻഷാല്ലാ. അത് നിങ്ങൾക്ക് ഇൻഷാല്ലാ തരും. പിന്നെ ഒരു കുട, ഏറ്റവും ചൂടുള്ള സമയമാണെന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു കുട അൽഹംദുലില്ലാഹ് ഈ കമ്പനി വക നിങ്ങൾക്ക് തരും ഇൻഷാല്ലാ. പിന്നെ ഹജ്ജിൻ്റെ ബുക്ക് 2 ബുക്കുകൾ നിങ്ങൾക്ക് തരും. ഒന്ന് ഈ ബുക്ക്, ഇത് ചെറിയ ബുക്ക്, ഇത് നിങ്ങൾക്ക് എപ്പോഴും കയ്യിൽ പിടിക്കാനുള്ളതാണ് ഇൻഷാല്ലാ. പിന്നെ ഒന്ന് ഇപ്പം നിങ്ങൾ ഇൻഷാല്ലാ പോയി കഴിഞ്ഞാൽ ഇത് വായിച്ച് പഠിക്കണം. അബ്ദുൽ സമദ് പൂക്കോട്ട് സാഹിബിൻ്റെ അൽഹംദുലില്ലാഹ് നല്ലൊരു ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു ബുക്കാണ്. സാധാരണഗതിയിലുള്ള നമ്മുടെ സംശയങ്ങളൊക്കെ തീരുന്ന ഒരു ബുക്ക് അൽഹംദുലില്ലാഹ്. ഈ 2 പുസ്തകങ്ങൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇപ്പം തരും. പിന്നെ ഒരു ഹജ്ജ് മാറ്റ് മുസ്ദലിഫയിൽ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള, നിങ്ങൾ ബെഡ്ഷീറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, ഇൻഷാല്ലാ അവിടെ വിരിക്കാനുള്ളൊരു പായ അൽഹംദുലില്ലാഹ് കമ്പനി തരും നിങ്ങൾക്ക് ഇൻഷാല്ലാ. ഇത്രയും മടക്കിയ പായായിരിക്കും നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഇത്രക്കുണ്ടാവും ഇൻഷാല്ലാ. ഒരാൾക്ക് നല്ല ശരിക്കും കിടക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ സ്ത്രീകൾക്കുള്ള സ്കാർഫ് ഇൻഷാല്ലാ. ഇത്രയും സംഗതികളായിരിക്കും കമ്പനി തരുന്നത് ഇൻഷാല്ലാ. അപ്പോൾ ഈ സംഗതികൾ ഇൻഷാല്ലാ കമ്പനി തരും. അതിന് മുമ്പ് നിങ്ങൾക്ക് ബുക്ക് ഇൻഷാല്ലാ ആർഫാത്ത സിംഗിൾ മതി അൽഹംദുലില്ലാഹ്. എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ രാത്രിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മൾ അത്രയേ ഉള്ളൂ. അത് ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഒന്ന് വിരിച്ചിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ, അത്രേ നേരം ഉണ്ടാവുള്ളൂ. സിംഗിൾ മതി. പിന്നെ ഒന്ന് പറയാനുള്ളത് ഇൻഷാല്ലാ, അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ആ സംശയങ്ങൾ തീർക്കാം. ഒന്നാമത്തെ സംശയം ഇപ്പോൾ ചോദിച്ച സംഗതികൾ പറയാം. ഒന്ന് സ്ത്രീകളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളാണ്. അവർക്ക് എങ്ങനെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അവർക്ക് നിസ്കാരം പോലെ തന്നെ അവർക്ക് തവാഫ് മാത്രമേ ചെയ്യാൻ പാടില്ലാത്തുള്ളൂ. 2 കാര്യങ്ങളാണ് അവർക്ക് ഈ യാത്രയിൽ നിഷിദ്ധമായിട്ടുള്ളത്. ഒന്ന് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല, 2 തവാഫ് ചെയ്യാൻ പാടില്ല. അവർക്ക് നിസ്കാരത്തിൻ്റെ അതേ ഹുക്കുമാണ് തവാഫിനെ സംബന്ധിച്ചിടത്തോളം. അതായത് തവാഫ് ചെയ്യേണ്ട ആളുകൾക്ക് ഉദു വേണം, ഔറത്ത് മറിഞ്ഞിരിക്കണം. പക്ഷേ ഈ ഉദു ഇല്ലാത്തത് കൊണ്ട് അവർക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പീരീഡ്സുള്ള സ്ത്രീകൾക്ക്. പക്ഷെ അവർ നമ്മളോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക പ്ലീസ് അറഫാദ, അവർ നമ്മളോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കണം. ഇഹ്റാമിൻ്റെ നിയത്ത് വെച്ച് അൽഹംദുലില്ലാഹ് നമ്മളോടൊപ്പം തന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കണം. പക്ഷെ അവർക്ക് തവാഫ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പീരീഡ്സ് എന്തെങ്കിലും വരുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അറിയിക്കണം. കാരണം നമ്മൾ ഹജ്ജ് ഉംറയ്ക്ക് വേണ്ടിയിട്ടാണ് നിയത്ത് ചെയ്യുന്നത്. പക്ഷേ ആ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിനകം നമ്മൾ ഇൻഷാല്ലാഹ് ഹജ്ജിലേക്ക് പ്രവേശിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഹജ്ജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതിന് മുമ്പ് അവർ പീരീഡ്സ് കഴിഞ്ഞിട്ട് കുളിക്കുന്നില്ല എങ്കിൽ അവർ നേരെ ഹജ്ജിന് വേണ്ടിയിട്ടാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് അൽഹംദുലില്ലാഹ് നമ്മളെ എയർപോർട്ടിൽ വെച്ച് നിയത്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളത് അറിയിക്കണം ഇൻഷാല്ലാഹ്. ഇങ്ങനെ നമുക്കിങ്ങനെ സംഗതികളുണ്ട്, അപ്പോൾ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ഉംറൻ്റെ നിയത്ത് ഒഴിവാക്കിയിട്ട് ഇൻഷാല്ലാഹ് ഹജ്ജിൻ്റെ നിയത്തിലേക്ക് പ്രവേശിക്കണം. പിന്നെ ഒരാൾ ഉംറൻ്റെ നിയത്ത് വെച്ചു എന്ന് കരുതുക, ഉംറൻ്റെ നിയത്ത് വെച്ചെങ്കിൽ അവർക്ക് ആ നിയത്തിനെ മാറ്റി ഹജ്ജിൻ്റെ നിയത്താക്കിയിട്ട് മാറ്റാം ഇൻഷാല്ലാഹ്. ഒരു പ്രശ്നമുള്ള സംഗതികളല്ല അൽഹംദുലില്ലാഹ്. ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അൽഹംദുലില്ലാഹ്. അവർക്ക് ഇൻഷാല്ലാഹ് ഉംറയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അത് ഹജ്ജിന് വേണ്ടിയുള്ള നിയത്താക്കിയിട്ട് മാറ്റാം. ഇതിൽ നമുക്ക് തെളിവ് ആയിഷ റളിയല്ലാഹു തആല തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉംറ ചെയ്യാൻ വേണ്ടി വന്നു, ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നു. ഹജ്ജിൻ്റെ സമയത്ത് എല്ലാവരും ഉംറ ചെയ്തു, ഹജ്ജ് ചെയ്തു. ആയിഷ റളിയല്ലാഹു തആല ആ സമയത്ത് മെൻസസ് ആയതുകൊണ്ട് ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തില്ല. എങ്ങനെയാണ് മസ്ജിദ് തനഈമിൽ പോയി ഹജ്ജ് ചെയ്യാനുള്ള ഉംറ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നീട് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഹജ്ജെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എല്ലാവരും ഉംറയും ഹജ്ജും ചെയ്തു, ഞാൻ ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഉംറ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, ഇവനെയും കൂട്ടിയിട്ട് തനീമിൽ പോയിട്ട് ഇഹ്റാം പ്രവേശിച്ച് ഉംറ പൂർത്തിയാക്കിയേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല ഹജ്ജിന് ശേഷം ഉംറ പൂർത്തീകരിച്ചു. അതുകൊണ്ടാണ് ഈ സംഗതികൾ നമുക്ക് പിന്നീട് ഉംറ ചെയ്യാൻ വേണ്ടി ആയിഷ പള്ളിയിലെ മസ്ജിദ് ആയിഷൻ്റെ പേരെന്നെ എങ്ങനെയാണ്? മസ്ജിദുൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല എന്നാണ് തനീമിലുള്ള ഉംറ പള്ളിയുടെ പേരെന്നെ എങ്ങനെയാണ്? ആ പേര് വരാനുള്ള കാരണം തന്നെ ഇതാണ്. അപ്പോൾ ഒന്നാമത്തെ ഇതാണ് അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് തവാഫ് ചെയ്യാൻ പറ്റൂല, പള്ളിയുടെ ഉള്ളിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ആ സമയത്ത് അൽഹംദുലില്ലാഹ് പറയണം. പക്ഷേ നമ്മളോടൊപ്പം തന്നെ അവർ ഇഹ്റാമിലേക്ക്, അതായത് മീഖാത്ത് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇഹ്റാമിലായിരിക്കണം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടുന്ന് തന്നെ അവർ ഇഹ്റാമിൽ പ്രവേശിക്കണം. പക്ഷേ തവാഫ് ചെയ്യാൻ പാടില്ല. അവർ വഖ്തിന് വേണ്ടി കാത്തു നിൽക്കണം. അത് കഴിഞ്ഞിട്ടായിട്ട് ഇൻഷാ അല്ലാഹ് അവർ തവാഫ് ചെയ്യണം. ഒന്ന്.
രണ്ടാമത്തത് എന്തെങ്കിലും അസുഖത്തിൻ്റെ പേരിലുള്ള ചില തടസ്സങ്ങൾ, അസുഖത്തിന് നമുക്ക് ഉതിറുകളുണ്ട്. മൂത്രവാർച്ചൻ്റെ അസുഖമുള്ള ആളുകൾ, മൂത്രവാർച്ചൻ്റെ അസുഖമുള്ള ആളുകൾക്ക് എന്താവും ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മൂത്രം ഉറ്റിപ്പോകും. ആ ഉറ്റുന്നതോടുകൂടി നമ്മൾ ഒതുബാത്തിലായി എന്ന് മാത്രമല്ല നമ്മുടെ ശരീരം നജസാവുകയും ചെയ്തു, അല്ലെ, നമ്മളെ വസ്ത്രം നജസാവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. പക്ഷെ ശുദ്ധിയോ ആവശ്യമായി വരുന്നത് തവാഫിൻ്റെ സമയത്ത് മാത്രമാണ്. നമ്മൾ ഇപ്പോൾ ഒരാൾ ഇഹ്റാം കെട്ടിയിട്ട് പോകുന്ന സമയത്ത് അയാൾ ടോയ്ലറ്റിലേക്ക് പോകുക, അയാൾക്ക് കുളിക്കുക, അയാൾക്ക് ബാക്കിയുള്ള സംഗതി ചെയ്യുക, അയാൾക്ക് ഉറങ്ങുക. പക്ഷെ അയാൾ ഒതുവിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറിച്ച് ഒതു എപ്പോഴാണ് വേണ്ടത്? ആ തവാഫ് ചെയ്തത് പൂർത്തീകരിക്കുന്ന സമയത്ത് മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സാധാരണ ആളുകളോട് പറയാറുള്ളത്, അൽഹംദുലില്ലാഹ്, ഇപ്പോൾ ഒരാൾ തുണി എടുത്ത് ഒരു മേൽ തുണി പൊതിച്ചു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി, ഇപ്പോൾ വിമാനത്തിൽ 5-6 മണിക്കൂർ യാത്രയാണ്, ആ സമയത്ത് അയാൾക്ക് മൂത്രം ഉത്തിപ്പോയി, നജസായി പോയി എന്ന് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം തോന്നുകയാണെങ്കിൽ നമ്മൾ അവരോട് പറയലെന്താ വെച്ചാൽ, നിങ്ങൾ ഈ തുണി, ഈ പേച്ച് തുണി എടുത്തിട്ട് എന്താക്കുക, ഉടുക്കുക. ഈ തുണി ഓടിച്ചിട്ട് അയക്കുക. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ഉണങ്ങിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളില്ല. എപ്പോഴും ഇങ്ങനെ അസുഖമുള്ള ആളുകൾ ഒരു തുണി എക്സ്ട്രാ നിങ്ങളുടെ ബാഗിൽ എപ്പോഴും വെച്ചേക്കാൻ. ഈ ബാഗ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക, എപ്പോഴും വെക്കുക. എപ്പോഴും അങ്ങനെ ഒരു വിശ്വാസത്തിൽ നമ്മൾ നടക്കണമെന്നില്ല. അങ്ങനെ ഒരു സംഗതി വന്നു എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ആ എക്സ്ട്രാ തുണി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വലിയൊരു വിഷയമുള്ള സംഗതിയല്ല. അൽഹംദുലില്ലാഹ്, ഇസ്ലാം എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് വളരെ വിശാലമായ ഒരു സംഗതിയാണ്. ഇതിൽ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കുടുസാക്കിയെന്നല്ലാതെ ഇത് വളരെ വിശാലമാണ്. അൽഹംദുലില്ലാഹ്, എല്ലാ സംഗതികൾക്കും പരിഹാരങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് വലിയൊരു സംഗതിയല്ല. ഇനി പിന്നെന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? നമ്മൾ താമസത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെയാണ് സാധാരണഗതിയിൽ. അൽഹംദുലില്ലാഹ് നമ്മൾ ടെൻറ്റിൽ അൽഹംദുലില്ലാഹ് നമ്മൾ 50 പേര് ഒന്നിച്ചായിരിക്കും. ടെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടെൻറ്റ്, ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 40 ആളുകൾക്ക് താമസിക്കാനുള്ളതായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ എങ്ങനെയാണെന്ന് അറിയില്ല, അവിടെ എത്തിയാലേ അറിയുള്ളൂ. ചെറിയ ചെറിയ ബെഡുകൾ നമുക്ക് തരും. അതിനുള്ളൊരു ഭാഗത്ത് പെണ്ണുങ്ങളും ഒരു ഭാഗത്ത് ആണുങ്ങളും. നമ്മൾ ഗ്രൂപ്പിൽ പോകുന്ന ആളുകളാണെങ്കിൽ നമ്മളൊരു കർട്ടൻ അൽഹംദുലില്ലാഹ് അതിൻ്റെ നടുവ് ഇടും, പെണ്ണുങ്ങൾ വേറെ ആണുങ്ങൾ. ഗവൺമെൻറ്റിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അവർ ഒന്നിച്ച് തന്നെയാണ് ഉണ്ടായത്. പക്ഷേ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട സാധനം എന്താണ് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. വളരെ സൂക്ഷ്മതയോടുകൂടി തഖ്വയോട് കൂടിയാണ് അൽഹംദുലില്ലാഹ് നിങ്ങൾ ഹജ്ജിന് വേണ്ടി പോകേണ്ടത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഒന്നിച്ച് ഒരേ ടെൻറ്റിൽ, അല്ലെ, നമ്മളിപ്പോൾ 27 സ്ത്രീകളും 24 പുരുഷന്മാരും അടങ്ങുന്ന 51 ആളുകളുടെ സംഘമാണ്. നമ്മൾ 27 സ്ത്രീകളാണ്, നമ്മൾ 24 പുരുഷന്മാരാണ് അൽഹംദുലില്ലാഹ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ നടുവിലെ കൂടിയിട്ട് ഒരു കർട്ടൻ ഇട്ടിട്ട് സ്ത്രീകൾ അപ്പുറം നിൽക്കും, അൽഹംദുലില്ലാഹ് പുരുഷന്മാർ ഇപ്പുറം നിൽക്കും. എല്ലാവരും ടോയ്ലറ്റിൽ പോകുമ്പോൾ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും, ചെറിയൊരു പാത്രം ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് വരും, കുറഞ്ഞ സമയം ടോയ്ലറ്റിൽ ഇരിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഇരുന്ന് ടോയ്ലറ്റ് കയറിയിട്ട് നമ്മളേക്ക് മുട്ടുന്ന തുടങ്ങും. അപ്പോൾ നമ്മൾ പറയും, അള്ളാഹ് കയറി എത്രയല്ലേ, നിങ്ങൾക്ക് എന്ത് വിട്ടുന്നത്? അപ്പോൾ ഇത് സ്വാഭാവികമാണ്. അൽഹംദുലില്ലാഹ് ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്ഷമയാണ്. അൽഹംദുലില്ലാഹ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് സബറാണ്. ഈ സബർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അൽഹംദുലില്ലാഹ് ഹജ്ജിൽ എല്ലാ സംഗതികളും ഒരുങ്ങിയിട്ടാണുള്ളത്. എല്ലാ സംഗതികളും ഒരുമിച്ച് ചേരുന്നതിൻ്റെ പേരാണ് ഹജ്ജ് എന്നുള്ളത്. അല്ല, അതിൽ സബറുണ്ട്, ഇതിൽ ത്യാഗമുണ്ട്, ഇതിൽ പൈസൻ്റെ ചിലവുണ്ട്, ഇതിൽ നാട് ഉപേക്ഷിക്കലുണ്ട്, ഭാര്യനെയും മക്കളെയൊക്കെ ഉപേക്ഷിക്കലുണ്ട്. എല്ലാം കഴിഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും അടുത്തൊരു കർമ്മമായിട്ടാണ് അൽഹംദുലില്ലാഹ് ഹജ്ജിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഒരു ഗുണമാണ് സബർ. അല്ലെ, ചിലപ്പോൾ നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറുമ്പോഴേക്കും അടുത്ത ആൾ മുട്ടിയിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിക്കും, അല്ലാഹ് ഇതെന്ത് പണിയപ്പാന്ന്. പക്ഷേ ഇതൊക്കെ പരീക്ഷിച്ച് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴുകി വൃത്തിയാക്കി ജീവിതത്തിൻ്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട് അൽഹംദുലില്ലാഹ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഒരുക്കുകയാണ്. ആ ഒരു വിചാരം മാത്രമേ നമുക്ക് മതി. അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി നമ്മളെ കടഞ്ഞ് ശുദ്ധിയാക്കി അൽഹംദുലില്ലാഹ് നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് ഇതിൻ്റെ സബർ വേണം. അപ്പോൾ നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ വെവ്വേറായിരിക്കും അവിടെ ടെൻറ്റിലുണ്ടാവുക. അതേസമയം അറഫയിലെത്തിക്കഴിഞ്ഞാൽ ഇതും കിട്ടൂല. അറഫയിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരോടും കൂടി വലിയൊരു ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക്, ഒരു മുത്തവഫിൻ്റെ ഉള്ളിലേക്കുള്ള ആളുകളൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കുമെന്ന് പറയും. അവിടെ ഇരിക്കേണ്ട ആൾക്ക് ഇരിക്കേണ്ട സീറ്റ് കിട്ടും, നിൽക്കേണ്ട ആൾക്ക് നിൽക്കേണ്ട സീറ്റ് കിട്ടും, ബാക്കിയുള്ള ആളുകൾ പുറത്ത് നിൽക്കണം എന്നുള്ളതാണ് അറഫയിലെ സാധാരണഗതിയിലുള്ള നിയമങ്ങൾ. അൽഹംദുലില്ലാഹ് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യാന്നുള്ളൂ. അറഫയിൽ പിന്നെ വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. ദുഹർ മുതൽ അൽഹംദുലില്ലാഹ് മഗ്‌രിബ് വരെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, കരയുക, സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായിട്ട് ഓതുക, തങ്ങളുടെ പേരിൽ സലാത്ത് പറയുക. ഇങ്ങനെ ധാരാളം അമലുകളിൽ മാത്രം ആകെ ഒരു ദിവസം ഏകദേശം 5-6 മണിക്കൂർ നമ്മൾ എല്ലാ ചിന്തകളിൽ നിന്ന് മാറ്റിയിട്ട് അള്ളാഹുവിലേക്ക് മാത്രം തിരിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അറഫയിൽ നമുക്ക് ഏകദേശം അങ്ങനെയാണ് സംഭവിക്കാൻ വേണ്ടി പോവുക. പിന്നെ അൽഹംദുലില്ലാഹ് മക്കയിലെയും മദീനയിലെയും താമസങ്ങൾ മിക്കവാറും ആണുങ്ങളും പെണ്ണുങ്ങളും വേറെ വേറെ റൂമിൽ തന്നെ താമസിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഉംറക്ക് പോയി കഴിഞ്ഞാൽ 4 ആളുകളുടെ ഫാമിലിക്ക് നമ്മൾ സാധാരണ റൂം കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഹജ്ജിന് വേണ്ടി പോകുന്ന സമയത്ത് അവിടുത്തെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചിട്ടാണ്. ഹജ്ജിമാർക്ക് 1 മീറ്ററും 80 സെൻറ്റിമീറ്റർ നീളവും 1 മീറ്ററും 25 സെൻറ്റിമീറ്റർ വീതിയുള്ള സ്പേസാണ്
ഒരു ഹാജിക്ക് സൗദി ഗവൺമെൻറ് സാധാരണഗതിയിൽ അനുവദിക്കാറുള്ളത്. അത്രേ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ മതി. ഇത് 1 മീറ്ററും 25 സെൻറ്റിമീറ്റർ വീതി ഉണ്ടാവും, 1 മീറ്റർ 80 സെൻറ്റിമീറ്ററും നീളമുള്ള സ്പേസാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റി ഒരു ഹാജിക്ക് അനുവദിക്കപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം അത്രയാണ്. അപ്പോൾ അത്രയേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആ രൂപത്തിൽ തന്നെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ മഹ്റമായ ആളുകൾ, ബന്ധുക്കൾ, മറ്റത് മറിച്ചൊക്കെ വിഭജിക്കുമ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടാവും. അപ്പോൾ ആണുങ്ങൾ വേറെ റൂമിൽ, അൽഹംദുലില്ലാഹ് പെണ്ണുങ്ങൾ വേറെ റൂമിൽ താമസിക്കേണ്ടതായിട്ട് വരും. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഈമാൻ ഫസാദായി പോകുന്ന ഘട്ടമാണ് നമ്മുടെ ക്യാൻറ്റീന്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം. നമ്മൾ സാധാരണഗതിയിൽ പുരയിൽ പോലും ഏട്ടനൈന്യമാറും ഓളിമക്കൊന്നും ഒക്കെ ഇരുന്നിട്ട് ചോറ് കഴിച്ചിട്ട് ഇപ്പോൾ ഇതുവരെ ഉണ്ടാവില്ല. പക്ഷെ അവിടെ ഏട്ടനൈന്യമാരല്ല ഏതോ നാട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഒരേ ടേബിളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആളുകൾ ചോറ് കഴിക്കും. പക്ഷെ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾ, നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ, ഇതിലൊരു വീഴ്ചയും വരാൻ പാടില്ല എന്ന് നമ്മൾക്കേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഒരു അമീറിനെ പറ്റിയോ ഒരു ഗ്രൂപ്പിനോ തീരുമാനിക്കാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭൂമിയാണത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും വിളിച്ചിട്ടാണുള്ളത്. ആണിനും പെണ്ണിനും ഒന്നിച്ച് തവാഫ് ചെയ്യാൻ വേണ്ടി, ആണും പെണ്ണും ഒരേ സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി, ആണും പെണ്ണും ഒരേ സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. പക്ഷെ അള്ളാഹ് പറഞ്ഞ് നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി വന്നാൽ മതി. നിങ്ങൾ ക്യാൻറ്റീനിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് ഒരേ ക്യൂവിലുണ്ടാവും, ഒരേ സ്ഥലത്ത് ഭക്ഷണം കഴിക്കും, ഒരേ സ്ഥലത്ത് ആളുകൾ അല്ലെ ആണോ പെണ്ണോ മറിയോ ഇല്ലാത്ത രൂപത്തിലായിരിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. ആ ക്യാൻറ്റീനിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പാത്രം എടുക്കുക, അൽഹംദുലില്ലാഹ് ഭക്ഷണം കഴിക്കുക, വേഗം പാത്രം വെക്കുക, നമ്മുടെ റൂമിലേക്ക് പോയേക്കുക. എത്ര സമയം നമ്മൾ ക്യാൻറ്റീനിൽ ചെലവഴിക്കുന്നോ അത്രയും നമ്മളുടെ ഈമാൻ ഫസാദായി പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അൽഹംദുലില്ലാഹ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തൗഫീഖോട് ഏകദേശം 40 ദിവസത്തെ പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദുൽഹജ്ജ് 4-ാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് 3 ദിവസം നമ്മൾ മക്കയിലുണ്ടാവും. ഷിഫ്റ്റ് പാക്കേജ് എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ പാക്കേജിലാണ് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് കുറച്ച് ഹറമിൻ്റെ കുറച്ച് ദൂരമായിരിക്കും നമ്മൾ താമസം. വലിയ ദൂരമല്ല, അൽഹംദുലില്ലാഹ് മിക്കവാറും നടന്നിട്ട് പോകാൻ സാധിക്കും. ഇനി നടന്നിട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ പാസേജിൽ 8-ാം നമ്പർ ബസ് ഉണ്ടെന്ന് പറഞ്ഞ് 8-ാം നമ്പർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഹറമിലേക്ക് എത്താം. ഹറമിൽ നിന്ന് 8-ാം നമ്പർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ റൂമിലേക്ക് എത്താൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള താമസമാണ്. അസീസിയ എന്ന് പറയുന്ന സ്ഥലത്തല്ല, നുസ്ഖ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് അൽഹംദുലില്ലാഹ് താമസം നമ്മൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ 3 ദിവസമാണ് ഇനി താമസിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെ 4-നെത്തി 5, 6, 7 നമ്മൾ അവിടെ ഉണ്ടാവും. പക്ഷേ അത് 7 മുതൽ നമ്മൾ നേരെ പോകുന്നത് മീനയിലേക്കാണ്. മീനയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും 17 വരെ ഇൻഷാ അല്ലാഹ് നമ്മൾ 14 അല്ലേ ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13 കഴിഞ്ഞാൽ പിന്നെ 14, 15, 16 ഈ ദിവസങ്ങളിലും വീണ്ടും അതേ റൂമിലേക്ക് തന്നെ ആയിരിക്കും നമ്മൾ മിക്കവാറും തിരിച്ചു വരുന്നത്. ഇൻഷാ അല്ലാഹ് അതേ റൂമിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരും. പക്ഷേ അത് ആ റൂം നമ്മൾ സാധാരണഗതിയിലുള്ള ഫോട്ടോ കാണിച്ചു തരാം. ഇൻഷാ അല്ലാഹ് റൂം ബുക്ക് ചെയ്ത റൂമിൻ്റെ അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ പോകുന്നുള്ളത് ഞാൻ പറഞ്ഞ ഹിൽട്ടൺ കൺവെൻഷൻ എന്ന് പറയുന്ന ഹറമിൻ്റെ ഏറ്റവും അടുത്തുള്ള ജബൽ ഉമർ എന്ന് പറയുന്ന പ്രൊജക്റ്റിനോട് ചേർന്നിട്ടുള്ള ആ ബിൽഡിങ്ങിലേക്കാണ് ഇൻഷാ അല്ലാഹ് പോകുന്നത്. പക്ഷേ അത് 5 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലക്കാനോ മറ്റോ സൗകര്യങ്ങൾക്കൊന്നും അവരുടെ കാറ്റഗറി അനുസരിച്ചിട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ താമസിക്കേണ്ടതായിട്ട് വരും. ഇൻഷാ അല്ലാഹ് ഹിൽട്ടൺ കൺവെൻഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് പിന്നെ സാധാരണഗതിയിൽ നല്ല സ്റ്റാർ ഹോട്ടലാണ്. ഏകദേശം നല്ല എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഹോട്ടലായിരിക്കും ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ആ താമസിക്കുന്ന സമയത്താണ് നമ്മൾ മക്കയുമായിട്ട് അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു ഇതിൽ വോയിസ് ഉണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരാൾ അൽഹംദുലില്ലാഹ് ഹജ്ജിന് പോയിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയുകയാണ് ഈ സമയത്ത് വന്നത് തന്നെ വെറുതെ ആയിപ്പോയി. നമ്മൾ വരുന്ന സമയത്ത് വിചാരിച്ചിരുന്ന ആൾ കുറയുന്നു, ഓരോ ദിവസം ആൾ കൂടി വരികയാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾക്കെല്ലാം അറിയുന്നതാണ്, കോമൺ ആണല്ലേ. ഇന്നലെ 100 ആളുണ്ടായിരുന്നു, ഇന്ന് 200 ആളായിരിക്കും, നാളെ 300 ആയിരിക്കും. ഹജ്ജ് വരെ ഇങ്ങനെ ആളുകൾ കൂടിയേ പോവുള്ളൂ. ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ സമയമാകുമ്പോഴേക്കും ഏറ്റവും ടോപ്പ് എൻ്റെ പീക്കിലേക്ക് എത്തും. പിന്നെ ഹജ്ജ് കഴിഞ്ഞാലേ ആളുകൾ കുറയുള്ളൂ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് നമ്മൾ ഹജ്ജിൻ്റെ ഏറ്റവും ടോപ്പ് സമയത്താണ് മക്കയിലേക്ക് ചെന്ന് വീഴുന്നത്. ഏറ്റവും ടോപ്പ് സമയത്താണ്. ഇനി അതിനേക്കാളും വലിയൊരു തിരക്ക് നമ്മൾക്ക് ഇനി കാണാനില്ല. പക്ഷേ ഹജ്ജ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഓരോ ദിവസം ആൾ കുറഞ്ഞുകൊണ്ട് വരും. ഹജ്ജിൻ്റെ 1-ാമത്തെ ദിവസം 14 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 50% ആളുകൾ, 50% ആളുകളും കുറയും 14 നിന്ന്. കാരണം എന്താ പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതേസമയം തന്നെ അൽഹംദുലില്ലാഹ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, അവർക്കൊക്കെ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസമേ ഉണ്ടാവുള്ളൂ. അവർ വേഗം തിരിച്ചു പോകും. പിന്നെ നമ്മൾ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, മലേഷ്യ ഈ രാജ്യങ്ങളുടെ ആളുകൾ മാത്രമേ ഇനി ഇവിടെ ബാക്കിയാവുള്ളൂ. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ഈ ഹറമിൻ്റെ ഈ അടുത്ത റൂമിലേക്ക് എത്തുന്നതോടുകൂടി അൽഹംദുലില്ലാഹ് ഹറമിൻ്റെ ഏകദേശം ഭാഗങ്ങളിലൊക്കെ ആളുകളും തിരക്കും കുറഞ്ഞിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നമുക്ക് അൽഹംദുലില്ലാഹ് കൂടുതൽ തവാഫ് ചെയ്യാനും അതേപോലെ തന്നെ കൂടുതലായിട്ട് അൽഹംദുലില്ലാഹ് ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉംറ ചെയ്യാനും വേണ്ടി സാധിക്കും. ഇനി നമ്മൾ അൽഹംദുലില്ലാഹ് ഈ 17 വരുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ 4 ദിവസം അവിടെ താമസിക്കുമെന്ന് പറഞ്ഞില്ലേ, 14, 15, 16 അല്ലേ, ഈ ദിവസത്തിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് നമ്മൾ തായിഫിലേക്കുള്ള ഒരു പാക്കേജ് ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തായിഫിലേക്ക് പോയി അൽഹംദുലില്ലാഹ് ഒരു ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു ഉംറയും കൂടി ഇതിൻ്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് വെറുതെ നമ്മൾ നിൽക്കുന്ന ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഉംറ ഇൻഷാ അല്ലാഹ്. തായിഫ് എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് 5 മീഖാത്തുകളാണുള്ളത്. 5 മീഖാത്തുകളിൽ 1-ാമത്തെ മീഖാത്താണ് മദീനയിൽ ദുൽഹുലൈഫ എന്ന് പറയുന്ന മീഖാത്ത്. 2-ാമത്തെ മീഖാത്താണ് ജിദ്ദക്കാർക്ക് പുറത്തുള്ള മുഴുവൻ ആളുകളുടെയും മീഖാത്ത് ജുഹ്ഫ എന്ന് പറയുന്ന മീഖാത്ത്.
മൂന്നാമത്തെ മീക്കാത്താണ് സൗദി അറേബ്യക്ക് പുറത്ത് വെളിയിലുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള മീക്കാത്താണ് ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന മീക്കാത്ത്. നാലാമത്തെ മീക്കാത്താണ് അൽഹംദുലില്ലാഹ് ഇറാഖിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള മീക്കാത്ത് ദാത്ത് ഇർക്ക് എന്ന് പറയുന്ന മീക്കാത്ത്. അഞ്ചാമത്തെ മീക്കാത്താണ് ഇന്ത്യയിൽ നിന്ന് കപ്പൽ മാർഗം അൽഹംദുലില്ലാഹ് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾക്കുള്ള യമൻകാരുടെ മീക്കാത്ത് യലംലം എന്നറിയപ്പെടുന്ന മീക്കാത്ത്. ഈ 5 മീക്കാത്തിലൊരു മീക്കാത്താണ് ഖർനുൽ മനാസിൽ. ആ മീക്കാത്തിലേക്ക് പോയി ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് തിരിച്ചു വരും. ഇൻഷാ അല്ലാഹ് തായിഫ് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 10 ദിവസമാണ് താമസിക്കുന്നത്, അല്ല 9 ദിവസം ഉണ്ടാവും. ഈ 9 ദിവസം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൂടി ഹറമിൻ്റെ ഏറ്റവും അടുത്തായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ താമസം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇൻഷാ അല്ലാഹ് നേരെ മദീനത്തേക്ക് വരും. മദീനയിലും ഏകദേശം 9 ദിവസത്തെ താമസമാണ്. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരും. ഇതാണ് നമ്മുടെ പാക്കേജ്. ഇത് ശ്രദ്ധിക്കുക പ്ലീസ്. ഇത് നമ്മളെ പോകുന്ന ചെലവുകൾ അൽഹംദുലില്ലാഹ് നമ്മളെ ഈ ഉംറ യാത്രയുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഞാൻ നേരത്തെ നിങ്ങളെ അറിയിച്ചിരുന്നു നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ. കമ്പനി പാക്കേജിൽ വരുന്ന എല്ലാ ചെലവുകളും അൽഹംദുലില്ലാഹ് കമ്പനി വഹിക്കും. കമ്പനി പാക്കേജിൽ പെടാത്ത ചെലവുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സ്വന്തമായിട്ട് വഹിക്കേണ്ടതായിട്ട് വരും. അതിലൊന്നാണ് അറവിൻ്റെ പൈസ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് അറവിൻ്റെ പൈസ നമ്മൾ സ്വന്തമായിട്ട് കൊടുക്കണം. നമ്മുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ പാക്കേജിൻ്റെ പൈസയിൽ പെടൂല. ഇപ്പോൾ ഏകദേശം അത് ഒരു 500 റിയാലിൻ്റെ അടുത്തുള്ള എമൗണ്ട് ആയിരിക്കും ഇൻഷാ അല്ലാഹ് വരിക. ഏകദേശം ഒരു 500 റിയാലിനോട് അടുപ്പിച്ചൊരു പൈസ ആയിരിക്കും. അല്ല അതെ പറയാം. ഇത് അല്ല അല്ല ശ്രദ്ധിച്ചോ, ഇത് അറവ് എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് 2-3 രീതികളാണുള്ളത്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ സൗദി ഗവൺമെൻറ്റിന് നമ്മൾ കൂപ്പൺ എടുത്ത് അടക്കുക എന്നുള്ളതാണ്. ഞാൻ ആ രീതിയാണ് സാധാരണഗതിയിൽ പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ അറക്കപ്പെടുന്ന മാംസം അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് എത്തും. നമ്മൾ അറുത്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ലക്ഷക്കണക്കിന് ആളുകളാണ് അറക്കുന്നത്. അത് സൗദി ഗവൺമെൻറ് സ്ലോട്ടറിംഗ് ഹൗസിൽ പോയിട്ടാണ് ഇത് അറക്കപ്പെടുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും പാവപ്പെട്ട രാജ്യങ്ങളിൽ മുസ്ലിങ്ങളെ ഭക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് അതിൻ്റെ യഥാർത്ഥമായി ഇതിലെത്തും. നമുക്കതിൻ്റെ ബാധ്യതകൾ. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് അവിടെ ഒരു മൈതാനം ഉണ്ട്. ആ മൈതാനിൽ പോയി കഴിഞ്ഞാൽ കുറേ ആളുകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും വില പറയാം, അതിനടുത്ത് അതിനെ അറക്കും. അറുത്തിട്ട് അതിനായിട്ട് ആളുകൾ പോകും. പിന്നെ ആർക്കും വേണ്ട ആൾക്ക് എടുക്കുക, വേണ്ടാത്ത ആൾക്ക് എടുക്കുക. അത് കുറേ ആളുകൾ നഷ്ടപ്പെട്ടു പോകും. മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന ഫുള്ള് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറയാം. മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഏൽപ്പിക്കുക. അവിടെ ആരെങ്കിലും ആളുകൾ ഇത് ഈ 50 ആൾക്ക് അറുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരറക്കും. സാധാരണഗതിയിൽ നമ്മൾ കണ്ടെടുത്തേക്ക് 2 രീതിയുണ്ട്. ചില ആളുകൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യും. അൽഹംദുലില്ലാഹ് ഓരോരുത്തരുടെ പേരിലും അൽഹംദുലില്ലാഹ് ആടിനെ മേങ്ങിട്ട് ഇറക്കും. ചില ആളുകൾ 10 ആൾക്ക് ഒരു ആടിനെ ഇറക്കും. ഒരാടിനെ പിടിച്ചിട്ട് പറയും ഇത് ഔക്കറിൻ്റെ പോക്കറിൻ്റെ മമ്മദിൻ്റെ പറഞ്ഞിട്ട് ഒന്നാകെ അറക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ സാധാരണ ഇതിൽ പറയുന്നത് വെച്ചാൽ സൗദി ഗവൺമെൻറ് കൂപ്പൺ എടുക്കുക. അൽഹംദുലില്ലാഹ് നമ്മൾ ഫിദിയേൻ്റെ കൂപ്പൺ എടുക്കുക, അല്ലെങ്കിൽ ഹദിയേൻ്റെ കൂപ്പൺ എടുക്കുക. അൽഹംദുലില്ലാഹ് അവിടെ പൈസ കിട്ടുക. അൽഹംദുലില്ലാഹ് ആ പൈസ അൽഹംദുലില്ലാഹ് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ മറ്റന്നാളെ ചോദിച്ചിട്ട് പറയാം കൃത്യമായിട്ട് അത് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പറയാം. ഈ ഒരു പൈസ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് കൊടുക്കണം. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ ഇൻഷാ അല്ലാഹ്. ഒന്ന്. രണ്ടാമത്തത് നമ്മൾ കോമൺ ബസ്സിലായിരിക്കും നമ്മൾ യാത്ര ചെയ്യുക. 50 ആളുകൾക്ക് വേണ്ടിയുള്ള യാത്രകളായിരിക്കും ഇൻഷാ അല്ലാഹ്. ഹറമിൽ നിന്നും മിനയിലേക്കും, മിനയിൽ നിന്നും മുസ്ദലിഫയിലേക്കും, മിനയിൽ നിന്നും അറഫയിലേക്കും, അറഫയിൽ നിന്നും മുസ്ദലിഫ വഴി മിനയിലേക്കും ജംറയിലേക്കും. ഇത് ഒറ്റൊരു കോമൺ ഒരു ബസ്സിലേ നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് ചില ആളുകൾ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് നേരത്തെ പോകണം, നിങ്ങളെ കൂടെ വരാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവർ വേറൊരു വാഹനം പിടിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ ആ ആളുകൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഉദാഹരണമായിട്ട് ഒരാൾക്ക് വരാൻ നമ്മൾ പറയുന്ന സമയത്ത് ബസ് വന്നു, ആ ബസ് വരുന്ന സമയത്ത് മുത്തഫ പറഞ്ഞ സമയത്ത് പുറപ്പെടാൻ വേണ്ടി സാധിച്ചില്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അയാൾ പിന്നൊരു സമയത്താണ് വരേണ്ടി വരുന്നതെങ്കിൽ അതിന് കൊടുക്കേണ്ട പൈസ എത്രയാണോ ആ തുക അൽഹംദുലില്ലാഹ് ആ ആളുകൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ആ സർവീസിൽ നിന്ന് പുറത്തായി അതിന് പ്രത്യേകിച്ച് ഒരു പേയ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ നമ്മളതായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് വരുന്ന സാധാരണഗതിയിൽ എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ 2ാമത്തെ 3ാമത്തെ കല്ലെറിൻ്റെ ദിവസമാണ് സാധാരണ വരിക. സാധാരണഗതിയിൽ നമ്മൾ അൽഹംദുലില്ലാഹ് എല്ലാവരും ഒന്നിച്ച് കല്ലെറിയാൻ വേണ്ടി പോയി ഒന്നെങ്കിൽ തിരിച്ച് നമ്മൾ അതേ ടെൻറ്റിലേക്ക് തിരിച്ചു വരും. അതല്ലെങ്കിൽ ഹറമിൽ പോയി അൽഹംദുലില്ലാഹ് നമ്മൾ തവാഫ് പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ റൂമിലേക്ക് നമ്മൾ തിരിച്ചു വരും. ഇതാണ് നമ്മൾ സാധാരണഗതി ചെയ്യൽ. ഒന്നും കല്ലെറിഞ്ഞ് നമ്മൾ റൂമിലേക്ക് വരും, അതല്ലെങ്കിൽ അതായത് നമ്മൾ ടെൻറ്റിലേക്ക് വരും. അതല്ലെങ്കിൽ നമ്മൾ കല്ലെറിഞ്ഞ് നേരെ ഹറമിൽ പോയി തവാഫും സയ്യും പൂർത്തിയാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ടെൻറ്റിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ചില ആളുകൾ അൽഹംദുലില്ലാഹ് ചില സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ സുഖമില്ലാത്തതിൻ്റെ പേരിലോ പറയും അല്ലെങ്കിൽ എനിക്കിപ്പോൾ തവാഫ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല, നമ്മൾ സമയത്ത് ചെയ്തോളാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തവാഫ് ചെയ്യേണ്ട ഘട്ടത്തിൽ അവർക്കൊരു യാത്ര ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അൽഹംദുലില്ലാഹ് ഹാജിമാർ ചെലവഴിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം ആ സമയത്ത് അത് ചെറിയൊരു എമൗണ്ട് ആയിരിക്കില്ല, അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും. നമ്മൾ അൽഹംദുലില്ലാഹ് മിനയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 6-7 കിലോമീറ്ററിൻ്റെ ഒരു ദൂരത്തിലായിരിക്കും. പക്ഷേ ഈ സമയത്തേക്ക് ഒരു 5 ആ സമയത്ത് ഇന്ന് 10 റിയാലിന് പോകും. ഇന്ന് 10 റിയാലിന് പോകുന്ന അതേ ദൂരം അന്ന് 500 റിയാൽ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം അന്നത്തെ ഒരു ദിവസം അത്രയും സമയവും സംഗതിയും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ 500 റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000 റുപ്യേൻ്റെ മേലെയായി. അപ്പം അങ്ങനെയുള്ളൊരു ഘട്ടം വരികയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള എമൗണ്ട് തീർച്ചയായിട്ടും ആര് കൊടുക്കേണ്ടതായിട്ട് വരും? നമ്മൾ സ്വന്തമായിട്ട് ചെലവഴിക്കേണ്ടതായിട്ട് വന്ന്. രണ്ടാമതായിട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഗ്രൂപ്പോടനുബന്ധിച്ച ഉംറകൾ ഇത് നമ്മൾ ഒന്നിച്ച് അൽഹംദുലില്ലാഹ് ഒരേ ബസ്സിൽ യാത്ര ചെയ്ത് അൽഹംദുലില്ലാഹ് ഉംറ പൂർത്തിയാക്കും.
ഇനി ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഐഷ പള്ളിയിലോ അല്ലെങ്കിൽ ജിറാനയിലോ അല്ലെങ്കിൽ ഉദൈബിയയിലോ പോയി അൽഹംദുലില്ലാഹ് ഉംറ പൂർത്തിയാക്കണമെന്ന് ആർക്കും ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെ പൈസ ഒരിക്കലും കമ്പനിയല്ല. പക്ഷേ അത് നമ്മൾ സ്വന്തമായിട്ട് അൽഹംദുലില്ലാഹ് പൈസ ചിലവാക്കിയിട്ട് തിരിച്ചെടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് അൽഹംദുലില്ലാഹ് എക്സ്ട്രാ വരുന്നത്. പിന്നെ നമ്മൾ റൂം ഹറമിലേക്കുള്ള ഡിസ്റ്റൻസ്, ചില ആളുകൾ അൽഹംദുലില്ലാഹ് റൂമിൽ നിന്ന് ഹറമിലേക്ക് എപ്പോഴും വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും. കാരണം ഹറമിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ എസ്കലേറ്റർ മീത്ത് കഴിഞ്ഞാൽ നേരെ കാബിൻ്റെ അടുത്തേക്ക് അപ്പോൾ റൂമിൽ നിന്ന് വേണ്ടതില്ല. അൽഹംദുലില്ലാഹ് ഈ സമയത്ത് ഒരു 20 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് റൂമിൽ നിന്നാണെങ്കിൽ നേരത്തേക്ക് പോകും. പക്ഷേ അത് ഇങ്ങനെയല്ല എക്സ്ട്രാ പൈസ ആരെങ്കിലും ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വന്തമായ ഉത്തരവാദിത്തം ഹാജിമാർക്കായിരിക്കും എന്നുള്ളതാണ് ഈ എക്സ്ട്രാ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അൽഹംദുലില്ലാഹ് 1000 റിയാലെങ്കിലും പക്ഷേ അത് നമ്മുടെ കയ്യിൽ നമ്മൾ കരുതേണ്ടതായിട്ട് വരും. പക്ഷേ അത് 1000 റിയാൽ എക്സ്ട്രാ പക്ഷേ അത് നമ്മൾ എപ്പോഴും കരുതേണ്ടതായിട്ട് വരും. അതായത് 500 റിയാൽ ആറവിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാലും ഒരു 500 റിയാൽ ഇൻഷാ അല്ലാഹ് ഒരു എക്സ്ട്രാ നമ്മുടെ കയ്യിൽ കരുതുക, ഒരു മുൻകരുതൽ എന്നതിൽ. കമ്പനിയൊക്കെ ഒരു ഹജ്ജും ഒരു ഉംറയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് കിട്ടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ തായിഫ് ഉണ്ട്, ഉദൈബിയ ഉണ്ട്, അതേപോലെ തന്നെ ബദറിൻ്റെ സംഗതി പറഞ്ഞാൽ ഇപ്പോൾ സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ എല്ലാ ആളുകളോടും പറയാൽ സൗദി ഗവൺമെൻറ് അനുവദിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്തു തരും. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തായിഫിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ നമ്മൾ എല്ലാവരും പത്രവാർത്ത കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ചില സ്ഥലങ്ങളിലേക്ക് ഇന്ന് ഹാജിമാർക്ക് പോകാൻ പാടില്ല, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബദറിൻ്റെ കഥ എങ്ങനെയാണ്? ബദറിൻ്റെ രാവിലെ പറയും അൽഹംദുലില്ലാഹ് ബദറിലേക്ക് പോകാമെന്ന്, ഉച്ചയ്ക്ക് വന്ന ഡ്രൈവർമാരോട് പറയും ബദറിലേക്ക് പോകാൻ പറ്റൂല. ചെറിയ എന്തെങ്കിലും ഇൻസിഡൻസ് ആണ് നടന്നിട്ടുണ്ടാവും. ബദർ ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്ന ദിവസം ബദറിലേക്ക് അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ കഴിഞ്ഞ ഗ്രൂപ്പിൽ ഇവരെ ഗ്രൂപ്പ് ബദറിലേക്ക് പോയി, ഞങ്ങളുടെ ഗ്രൂപ്പ് ബദറിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അവർ ഒരു ദിവസം മുമ്പാണ് പോയത്, രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അപ്പോൾ ചില സമയത്ത് പോകാൻ പറ്റും, ചില സമയത്ത് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പാക്കേജ് അനുസരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ബദറിൽ പോകുന്ന ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കൊണ്ടുപോകും. ഇൻഷാ അല്ലാഹ് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകും. ഇൻഷാ അല്ലാഹ് മക്കയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൂടെ, അതേപോലെ മദീനയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും, ബദറും അതേപോലെ തന്നെ തായിഫും നമ്മൾ പാക്കേജിൽ ഉൾപ്പെട്ടതാണ്. പക്ഷേ സൗദി ഗവൺമെൻറ് ഏതെങ്കിലും കാരണവശാൽ അവിടെ പോകാൻ പാടില്ല എന്നുള്ള നിയമം വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ തടസ്സം അല്ല 5 ഉംറകളുണ്ടാവും. പക്ഷെ നമ്മളെ പാക്കേജ് അനുസരിച്ചിട്ട് നമ്മൾ സാധാരണ പറയില്ല ഒരു ഉംറയും ഒരു ഹജ്ജുമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ തായിഫ് ഉണ്ടാവും, ഇൻഷാ അല്ലാഹ് അതേപോലെ തന്നെ ഹുദൈബിയ ഉണ്ടാവും, തന്നിയം ഉണ്ടാവും, ജീറാൻ ഉണ്ടാവും. അങ്ങനെ 4 ഉംറയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ അൽഹംദുലില്ലാഹ് ഇതിൻ്റെ അഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് ഒരു ഉംറയും ഒരു ഹജ്ജുമാണ്. പക്ഷേ അത് ഈ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ ഉംറക്ക് പോയാൽ പോലും അൽഹംദുലില്ലാഹ് 5 സ്ഥലങ്ങളിൽ പോകാറുണ്ട്. പക്ഷേ ഇതിൽ പറയാത്ത എന്തുകൊണ്ട് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ആ സമയത്ത് തിരക്കും സംഗതിയും കാര്യങ്ങളും അനുസരിച്ച് ചില സമയത്ത് അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം അന്ന് നമ്മൾ ബസ് കയറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും, പോകാൻ പറ്റിയില്ല. പക്ഷെ അത് പിന്നെ നമുക്ക് മുടങ്ങലല്ലാണ്ട് വേറെ നിവൃത്തി ഉണ്ടാവില്ല. കഴിഞ്ഞ റമദാനില് നമ്മൾ 29-ാം തീയതി ഇതാണ് എഴുതി വെച്ചിട്ടുണ്ട്. 29-ാം തീയതിയാണ് നമ്മൾ ആ ബോട്ടിൽ അപ്പുറത്തേല് 20-ാം തീയതിയുള്ള ഫ്ലൈറ്റ് ആണ്. 29-ാം തീയതിയുടെ ഫ്ലൈറ്റ് നമ്മൾ തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. അവിടെ എടുത്താൽ മതി, അറവിൻ്റെ കൂപ്പൺ അവിടെ എടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അവിടെ കൂപ്പണുകൾ കാണും ഇൻഷാ അല്ലാഹ്, ഒരു ആടിൻ്റെ ഫോട്ടോ ഉള്ള അവിടുന്ന് ആ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും കൂടി 50 ആൾക്ക് നമ്മൾ ഒന്നിച്ചെടുക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആരും അതിനെ പറ്റി ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒന്നിച്ചെടുക്കും ഇൻഷാ അല്ലാഹ്. ബദറിന്റെ പ്രത്യേകം ബദർ കഴിഞ്ഞ റമദാനിൽ ബദറിൽ പോകാൻ പറ്റിയിട്ട 2 ഗ്രൂപ്പുണ്ട്, രണ്ടിനും പോകാൻ പറ്റിയില്ല. റമദാനിന് ശേഷം ഞങ്ങൾക്ക് പോകാൻ പറ്റി, അതിന് ശേഷം വന്ന് ഇവർക്കില്ല. അത് ആ സമയത്ത് പിന്നെ കമ്പനി ഡ്രൈവർമാരോട് ഗവൺമെൻറ് എന്ത് കൽപ്പിക്കുന്നു അതാണ്. കൽപ്പിച്ച് ശരിയായില്ലെങ്കിൽ 3000 റിയാലല്ല അവർക്ക് ഫൈന്. അതുകൊണ്ട് ഡ്രൈവർമാർ പോവില്ല. ഇൻഷാ അല്ലാഹ് നമ്മളെ ഇതിലുണ്ട് പാക്കേജിൽ അത് വിടും ഇൻഷാ അല്ലാഹ്.
ബാഗ് എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? ഇത് ഒന്ന് രണ്ട് സംഗതികൾ പറയാൻ മറന്നുപോയിട്ടുണ്ട്. നമ്മളതാണ് പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഈസിയാണ്, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്കിത് നിങ്ങളോട് പറയണമല്ലോ. പക്ഷെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നമ്മളോട്. ഇൻഷാ അല്ലാഹ് ഇന്ന സംശയം, ചെറിയ സംശയങ്ങൾ പോലും അൽഹംദുലില്ലാഹ് നമ്മൾ തീർത്ത് തരും. അത് കഴിഞ്ഞിട്ടായിട്ട് നിങ്ങൾ പോയാൽ മതി. ഒന്നാമത്തെ സംശയം ഉംറയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇതിനൊരു ക്ലാസ്സും കൂടി ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ആ ക്ലാസ്സിന് അൽഹംദുലില്ലാഹ് ലാസ്റ്റ് ഫൈനൽ ക്ലാസ് ആണ്. ഇൻഷാ അല്ലാഹ് പിന്നെ ക്ലാസ് ഇല്ല. ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് ഇൻഷാ അല്ലാഹ്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ക്ലാസ്, ഞായറാഴ്ച ലീവ്. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച നിങ്ങളെ പുരയിൽ പ്രോഗ്രാം ഉണ്ടാവും. ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്രയാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇത് ലാസ്റ്റ് ഒരു മിനിക്ക് പണിയാണ് അല്ലേ? നമ്മൾ പുരയിൽ കഴിഞ്ഞിട്ടായിട്ട് പിന്നെ അതിന് പെയിന്റ് അടിക്കും. അതേപോലെ തന്നെയാണ് അൽഹംദുലില്ലാഹ് ശനിയാഴ്ചത്തെ ക്ലാസ്. എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ പറയാൻ വിട്ടുപോയിരുന്ന മുഴുവൻ സംഗതികളും പക്ഷേ ലാസ്റ്റത്തെ ഒരുക്കം എങ്ങനെയെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരുങ്ങേണ്ട രീതികൾ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ ഇപ്പം ഓഫീസിൽ മൊയ്ലു ട്രാവൽസിൻ്റെ ഓഫീസിൽ മേലെ. കാരണം എന്താ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല നിങ്ങളോട്. ഇൻഷാ അല്ലാഹ് അന്ന് നിങ്ങളോട് പറയും ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് നിങ്ങൾ ഒരുങ്ങേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് വൈകുന്നേരം അസറിനാണ് നമ്മൾ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയതിനു ശേഷം ഇഹ്റാമിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് നിങ്ങൾ കടക്കണം. ഇഹ്റാമിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ ആദ്യത്തെ ചെയ്യേണ്ടത് എന്താണ്? നമ്മളെ നഖം മുടിയൊക്കെ ഒന്ന് ഒതുക്കുക ആദ്യം. രണ്ടാമത്തത് നമ്മുടെ രഹസ്യഭാഗത്തുള്ള രോമങ്ങളൊക്കെ നീക്കം ചെയ്യുക രണ്ടാമത്തത് ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തത് അൽഹംദുലില്ലാഹ് നമ്മൾ ഇഹ്റാമിന് വേണ്ടി അൽഹംദുലില്ലാഹ് നല്ല സോപ്പൊക്കെ ഇട്ടിട്ട് കുളിച്ച് നല്ല റെഡിയാകുക. നാലാമത്തത് ഇൻഷാ അല്ലാഹ് എണ്ണ പരട്ടുക. അതേപോലെ തന്നെ ശരീരത്തിൽ ഇത് അത്ര വരട്ടൊക്കെ ചെയ്യുക. നമ്മൾ ഇഹ്റാമിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി പോവാണ്. ആയിഷ റളിയല്ലാഹു തആലയുടെ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി ഞാൻ സുഗന്ധദ്രവ്യം പുരട്ടി, ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഞാൻ സുഗന്ധദ്രവ്യം പുരട്ടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ എവിടേക്ക് വരേണ്ടത്? നിങ്ങൾ അസർ നിസ്കാരത്തിന് മുമ്പായിട്ട് അൽഹംദുലില്ലാഹ് മാലിക് ദിനാറിലേക്ക് എത്തേണ്ടത്. ഇതൊക്കെ എന്ന് വെച്ചാൽ അടുത്ത ശനിയാഴ്ച പറയാമെന്ന് വെച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കാലക്ലാസ് ഇത് പറയുന്നത്. കാരണം അത് അന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടാവും. അന്ന് പിന്നെ ഈ സംഗതികളും ഇൻകുൽമാലും ഫീസും ഇത് വിതരണം ചെയ്യലൊന്നും ഉണ്ടാവില്ല. അന്ന് നിങ്ങൾ അൽഹംദുലില്ലാഹ് സ്റ്റാർട്ട് ടു എൻഡ് ആ യാത്രയുടെ പ്രൊസീജിയേഴ്സ് മാത്രമേ നിങ്ങളോട് അന്ന് പറയുള്ളൂ. അപ്പോഴേക്ക് പോകാലോ? എല്ലാവരും വിളിച്ചോ? ഇത് ഞാൻ സാധാരണ പറയാറുണ്ട. നമ്മളെ കൂട്ടത്തിൽ സുന്നി ഉണ്ടാവും, മുജാഹിദ് ഉണ്ടാവും, ജമാഅത്ത് ഉണ്ടാവും, തബ്ലീഗ് ഉണ്ടാവും, എല്ലാ ആളുകളും ഉണ്ടാവും. പക്ഷെ ഇതിനാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നതൊക്കെ ചേർന്നുകൊണ്ടാണ്. ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വിളിച്ചിട്ട് മുജാഹിദീങ്ങളൊക്കെ സ്വർഗ്ഗത്തിൽ പോയിക്കോന്ന് അല്ലെങ്കിൽ സുന്നികളൊക്കെ സ്വർഗ്ഗത്തിൽ പോയിക്കോന്ന് പറയൂല. അത് അബൂബക്കർ ഈ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ പോലെയാണ് ഹാസിബു ഖബ്ല അൻ തുഹാസബു. ഹിസാബ് അൽഹംദുലില്ലാഹ് ഓരോരുത്തരോടായിരിക്കും. നീ എന്ത് ചെയ്തു, നിന്റെ അമലുകൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് മൗലൂദ് സുന്നത്ത് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും, മൗലൂദ് ബിദ്അത്ത് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. രണ്ട് രൂപത്തിലുള്ള ആളുകളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അൽഹംദുലില്ലാഹ് ഇത് രണ്ടിനും തെളിവുകളുണ്ട്. അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹിന്റെ മഹദ് പറയുന്നതിൽ എന്താ തെറ്റുള്ളതെന്ന് ചോദിക്കുന്ന ആളുകൾ അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അതേസമയം ധാരാളമായിട്ട് പറയേണ്ട അൽഹംദുലില്ലാഹ് അള്ളാഹ് പറഞ്ഞതിനേക്കാളും കൂടുതൽ പറയേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ, ഇതൊക്കെ അൽഹംദുലില്ലാഹ് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഹജ്ജിന് വേണ്ടി പോകുന്ന സമയത്ത് അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ലാ ജിദാല ഫിൽ ഹജ്ജ് എന്നാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, ഈ ആളുകളൊക്കെ ഒത്തുചേരുന്ന സ്ഥലമാണ് അൽഹംദുലില്ലാഹ് മക്ക എന്ന് പറയുന്ന സ്ഥലം. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ടാവും. പക്ഷെ ചില ആളുകളുടെ ചില അമലുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അല്ലാഹ് ഇതിങ്ങൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നായിരിക്കും. ചില കറുത്ത വർഗ്ഗക്കാരായ ആളുകൾ അവരെ സ്ത്രീകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഇങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ വിചാരിക്കല്ല ഇതെല്ലാം തിരിച്ചിട്ട് ഹജ്ജിന്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അവരെയും ഹജ്ജിന് കൊണ്ടുവന്നവൻ അല്ലാഹു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നന്മ ചെയ്യാനുള്ള പ്രവൃത്തിയും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ശക്തിയും അള്ളാഹു നൽകിയാൽ മാത്രമേ നൽകുള്ളൂ. മുഴുവൻ ആളുകളെയും ഹജ്ജിന് കൊണ്ടുവന്ന അള്ളാഹുവാണ്. അതുകൊണ്ട് ആരുടെ ഹജ്ജാണ് കബൂൽ ചെയ്യാൻ ആർക്കും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് അൽഹംദുലില്ലാഹ് ഇഷ്ടമുള്ള രൂപത്തിൽ അൽഹംദുലില്ലാഹ് ഒരു അമീർ അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മളെല്ലാവരും സുന്നത്തായ രൂപത്തിൽ അൽഹംദുലില്ലാഹ് ഒരു ഹജ്ജ് പൂർത്തീകരിക്കണമെന്നുള്ള നിയത്ത് കൂടിയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ലാസ്റ്റത്തെ ക്ലാസ് പറയുന്നതിന് വെച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മൾ ലാസ്റ്റത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് 12 മണിയോട് കൂടി തീരും. 10 മണി മുതൽ 12 മണി വരെയാണ്. കഴിയുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കാൻ, കഴിയാത്ത ആളുകൾക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളതിൻ്റെ റെക്കോർഡ് നിങ്ങൾക്ക് അയച്ചു തരാമെന്നുള്ളതാണ്. കഴിയുന്നതും പങ്കെടുക്കുക. എന്തുകൊണ്ട് പറഞ്ഞാൽ അത് അവസാനത്തെ ഒരു ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. ആ ക്ലാസ്സോട് കൂടി അൽഹംദുലില്ലാഹ് നമ്മുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഷെഡ്യൂൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിൽ പറയും നിങ്ങളോട്. നിങ്ങൾ എങ്ങനെയാണ് വരേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അൽഹംദുലില്ലാഹ് നിങ്ങൾ ആദ്യം അൽഹംദുലില്ലാഹ് നഖം മുടിയൊക്കെ ഒന്ന് റെഡിയാക്കുക. കാരണം നഖം കടിച്ചു കഴിഞ്ഞാൽ അതിന് ഫിദിയ കൊടുക്കേണ്ടതായിട്ട് വരും. മുടിയെ ബോധപൂർവ്വം എടുത്തു കഴിഞ്ഞാൽ അതിന് ഫിദിയ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ ചെയ്ത് അൽഹംദുലില്ലാഹ് ശരീരത്തിൻ്റെ രഹസ്യഭാഗങ്ങളുടെ രോമങ്ങളൊക്കെ നീക്കം ചെയ്ത് ഇഹ്റാമിന് വേണ്ടി കുളിക്കുന്നുള്ള നിയത്തോട് കൂടി കുളിച്ച് അസറിന് മുമ്പായിട്ട് അൽഹംദുലില്ലാഹ് മാലിക് ദിനാറിലേക്ക് എത്തണം ഇൻഷാ അല്ലാഹ്. മാലിക് ദിനാറിന് നമ്മൾ നിസ്കരിച്ച് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ബസ് യാത്ര പുറപ്പെടും. ഇതാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഷെഡ്യൂൾ. അപ്പോൾ ഈ കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ് കഴിഞ്ഞു അൽഹംദുലില്ലാഹ്. ചൊവ്വാഴ്ച നമ്മുടെ യാത്രയാണ് ഇൻഷാ അല്ലാഹ്. പിരിയാല ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്തിട്ട് പിരിയാം.
ഈ വള്ളി ഇത് ഈ ബാഗിലേക്ക് ആരും വള്ളി കെട്ടേണ്ട ആവശ്യമില്ല. ഈ ബാഗ് ഇങ്ങനെ തന്നെ അൽഹംദുലില്ലാഹ് നമ്മളെ ലഗേജിലേക്ക് ഇട്ടാൽ മതി. എയർപോർട്ട് റൂൾ അനുസരിച്ചിട്ട് ഇപ്പോൾ പുതിയ ഇതിൽ വള്ളി കെട്ടാൻ പാടില്ല എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് നമ്മളെന്താ സാധനങ്ങളുള്ളത് അൽഹംദുലില്ലാഹ് ഈ ബാഗിൽ വെക്കുക. പക്ഷെ അത് അങ്ങനെ തന്നെ അൽഹംദുലില്ലാഹ് എയർപോർട്ടിലേക്ക് എയർപോർട്ടിൽ നമ്മളെ ബോർഡിംഗ് പാസ് എടുക്കുന്ന സ്ഥലത്ത് ലഗേജ് കൊടുത്താൽ മതി. പിന്നെ വള്ളി കെട്ടേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാഹ് ഈ ബാഗ് അങ്ങനെ തന്നെ കൊടുത്താൽ മതി. ഇനി എന്ത് ലോക്ക് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ചെറിയ ലോക്ക് വാങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിൽ പൂട്ടിക്കോ ഇൻഷാ അല്ലാഹ്. അല്ല ഇനെന്തോ ഉണ്ടാ പക്ഷെ അതില്ലെങ്കിൽ നമ്മൾ പിരിയാണ് ഇൻഷാ അല്ലാഹ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നമ്മൾ ഗ്രൂപ്പ് കണ്ടില്ലേ, അതിൽ 666 എന്നുള്ള നമ്പർ ഉണ്ടല്ലോ, ലാസ്റ്റ് 3 6 ഉള്ള നമ്പർ 9809610666 എന്നുള്ള നമ്പർ എൻ്റെ നമ്പറാണ്. മറ്റേ നമ്പറാണ് ദാരി മുസ്താൻ നമ്പർ 9809802116. ആ നമ്പർ ദാരി മുസ്താൻ നമ്പറാണ്. ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാം. സംശയത്തോടു കൂടി നിങ്ങൾ യാത്ര ചെയ്യേണ്ട എന്ത് സംശയം ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഒന്നെങ്കിൽ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ ദാരി മുസ്താനെ വിളിച്ച് നിങ്ങൾ ഈ സംശയങ്ങൾ ക്ലിയർ ചെയ്യാം. എനിക്കൊരു ചായ ഉണ്ട്, ആ ചായയും കൂടി കുടിച്ചിട്ട് ശേഷം നിങ്ങൾ പോയാൽ മതി. നമ്മൾ ദുആ ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ചായയും കൂടി കുടിച്ചിട്ട് പിരിയാം ഇൻഷാ അല്ലാഹ്. ഇത് 2 നമ്മൾ ഒരു എക്സ്ട്രാ ചെരുപ്പാണ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 2 ഇൻഷാ അല്ലാഹ് ഒരു സ്ത്രീകളെ അൽഹംദുലില്ലാഹ് എക്സ്ട്രാ ഒരു ഷൂ ധരിക്കാൻ, ഒരു ഷൂ അൽഹംദുലില്ലാഹ് എക്സ്ട്രാ കരുതുക. നിങ്ങളങ്ങനെ തന്നെ ഒരു ചെരുപ്പ് ധരിക്കുക, ഒരു ചെരുപ്പ് എക്സ്ട്രാ കരുതുക. പഴയ പോലെ അല്ല, ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറയാം ഇൻഷാ അല്ലാഹ്. പഴയ ഹറമല്ല. പണ്ടുപോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ, എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്റ്റാൻഡ് കാണാൻ സാധിക്കില്ല. കൊറോണയ്ക്ക് ശേഷം സ്റ്റാൻഡുകളൊക്കെ ഒഴിവാക്കി ചെരുപ്പ് ഏത് സമയത്ത് നമ്മളെ കൂടെ കൊണ്ട് നടക്കണമെന്നാണ് നിയമം. ഏത് സമയത്തും ഏത് വാതിൽ കൂടിയാണോ പോകുന്നത് ആ വാതിൽ കൂടി ഒരിക്കലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. നമ്മുടെ 79 നമ്പർ വാതിൽ കൂടി പുറത്ത് കയറി കഴിഞ്ഞാൽ ബാബു അജിയാദിൽ കൂടി ആയിരിക്കും മിക്കവാറും ആളുകൾ പുറത്തിറങ്ങുക. അപ്പോൾ ആടെ ചെരുപ്പ് വെച്ചിട്ടുണ്ടാവും, അതിലൂടെ പുറത്തിറങ്ങും, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇപ്പോൾ തന്നെ പുതിയ നിയമം അനുസരിച്ചിട്ട് ഏത് സമയത്തും അൽഹംദുലില്ലാഹ് ചെരുപ്പ് നമ്മളെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ചെരുപ്പ് കാണാതാവൽ വളരെ അപൂർവമാണ്. കാണായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അൽഹംദുലില്ലാഹ് ഒരു ചെരുപ്പ് എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. മാസ്ക് എല്ലാവരും അൽഹംദുലില്ലാഹ് എക്സ്ട്രാ 1-2 മാസ്ക് കയ്യിൽ വെച്ചോ. മാസ്ക് വെക്കുന്നത് മാൻഡറ്ററി എന്ന നിലയിലല്ല, നിർബന്ധം എന്ന നിലയിലല്ല. ചുമക്കുക മറ്റ് സംഗതികൾ കാര്യങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഇൻഷാ അല്ലാഹ് 1-2 മാസ്ക് നമ്മളെ കയ്യിലൊരു മുൻകരുതൽ. 1-2 മാസ്ക്, അതേപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉപയോഗിക്കുന്ന ഗുളികകൾ അൽഹംദുലില്ലാഹ് അല്ലെ, പാരസിറ്റമോൾ അതെങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഗുളികൾ, ഇതൊക്കെ ഒന്നായിട്ട് നമ്മളൊരു മുൻകരുതൽ എന്ന നിലയിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ കസുകസ്, അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ പേര് യൂസുഫ് കോല്, ഈ സാധനങ്ങളൊക്കെ സൗദി അറേബ്യയിൽ കസുകസ് ഫുൾ മമ്നുവാണ്. അതായത് കൊണ്ടുപോകാൻ പാടില്ലാത്തൊരു സാധനമാണ്. അത് കഴിയുന്നതും ആളുകൾ എടുക്കേണ്ടത്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ നമുക്ക് കുറേ സമയം നടക്കേണ്ടതായിട്ട് വരും. പക്ഷേ യൂസുഫ് കോല് പ്രശ്നമില്ല. പക്ഷേ അത് ഹാൻഡ് ബാഗേജിൽ വെക്കരുത്. പക്ഷെ നിങ്ങൾ ലഗേജിൽ വെക്കാം ഇൻഷാ അല്ലാഹ്. ലഗേജിൽ വെക്കാം, ഹാൻഡ് ബാഗേജിൽ വെക്കരുതായിരുന്നു. പിന്നെന്തില്ല അല്ലേ, അല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഷെഡ്യൂളാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വാട്സപ്പിൽ ഇട്ട് തരും, നിങ്ങൾ പേടിക്കേണ്ട ഇൻഷാ അല്ലാഹ്. നമ്മൾ വാട്സപ്പിൽ ഇൻഷാ അല്ലാഹ് ഷെഡ്യൂൾ ഇട്ട് തരും. നിങ്ങൾ ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് നിങ്ങൾ പിന്നെ ഒന്ന് അൽഹംദുലില്ലാഹ് നമ്മളൊരു കാർഡ് ഉണ്ടായിരുന്നല്ലോ, എന്ത് ഹെൽത്ത് കാർഡ്, ഇന്നലെ നിങ്ങളോട് വാങ്ങിയ വാക്സിനേഷൻ വെച്ച അല്ല, വാക്സിനേഷൻ എല്ലാവർക്കും നമ്പലായിരുന്നല്ലോ അല്ലേ, ഭയങ്കര നമ്പലുള്ള വാക്സിനേഷൻ ആയിരുന്നു. പിന്നെ ആ വാക്സിനേഷൻ്റെ കാർഡിൽ എഴുതിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ നിർദ്ദേശമാണ് ഈ കാർഡ് എല്ലാ സമയത്തും നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളത്. ആ കാർഡ് നഷ്ടപ്പെടുത്തരുത്. ആ കാർഡ് എല്ലാ സമയത്തും നിങ്ങൾ അൽഹംദുലില്ലാഹ് കയ്യിൽ സൂക്ഷിക്കണം. രണ്ടാമത്തെ ഒരു നിർദ്ദേശമാണ് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക രോഗം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അമീറന്മാരെങ്കിലും അറിയിക്കണം. ഇപ്പോൾ ക്യാൻസർ പോലുള്ള, അല്ലെങ്കിൽ കിഡ്നി പോലുള്ള, അല്ലെങ്കിൽ ഡയാലിസിസ് പോലുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അതിലല്ല നമ്മളെ അറിയിക്കണം പ്രത്യേകിച്ച്. അൽഹംദുലില്ലാഹ് എന്തെങ്കിലും ആർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം ഇത് ഇന്ന് സുഖമുള്ള ഒരാളായിരുന്നു അൽഹംദുലില്ലാഹ്. പെട്ടെന്നുള്ള അതിനുള്ള എന്താ പറഞ്ഞാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ ഒരാൾക്ക് പനി എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് അയാളെ കൊണ്ടുവന്നത് ഏതെങ്കിലും ജനറൽ ഹോസ്പിറ്റലായിരിക്കും, അല്ല അയാൾക്ക് മുമ്പ് ഒരു ഹാർട്ടിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ നേരെ കാർഡിയക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ മതി. അൽഹംദുലില്ലാഹ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നീങ്ങും. അപ്പോൾ മുൻകൂട്ടി നിങ്ങൾ അറിയിച്ച് തന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പെട്ടെന്ന് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതല്ലെങ്കിൽ പിന്നെ നമുക്കറിയില്ല, നിങ്ങൾക്കറിയില്ല, പിന്നെ അവിടെ ടെസ്റ്റ് ആക്കിയതിന് ശേഷമേ നമുക്കിത് അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കൽ അസുഖമായിരിക്കെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്രിട്ടിക്കൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നേരത്തെ നമ്മളോട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി ഇൻഷാ അല്ലാഹ്. ആ രൂപത്തിൽ തന്നെ നമ്മൾ കാണും ഇൻഷാ അല്ലാഹ്. ഇത് അൽഹംദുലില്ലാഹ് നമ്മളെ ഈ മുടി അൽഹംദുലില്ലാഹ് നഖങ്ങളൊക്കെ ഞാൻ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആരും എടുത്തേക്കരുത്, അത് ഹജ്ജ് കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. ഇത് പൂർണ്ണമായ മുടി അൽഹംദുലില്ലാഹ് എടുക്കൽ നമ്മൾ ഹജ്ജ് കഴിഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ്. നമ്മളെ ഇഹ്റാമിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ ശരീരത്തിൻ്റെ രഹസ്യഭാഗങ്ങളിലുള്ള കക്ഷത്തും കുയ്യസ്ഥാനത്തുള്ള രോമങ്ങൾ നീക്കം ചെയ്യുക. അതേ പ്രകാരം തന്നെ ഇൻഷാ അല്ലാഹ് മുടിയൊന്ന് ഒതുക്കി വെക്കുക. കാരണം എന്താ പറഞ്ഞാൽ മുടിയെല്ലാം പാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീണമെന്ന് തന്നെ കൊണ്ടാണ് മുടിയെല്ലാം ആണുങ്ങൾ മുടിയെല്ലാം ഒതുക്കുക. ഒന്ന് നഖമെല്ലാം അൽഹംദുലില്ലാഹ് സെറ്റാക്കിയിട്ട് വെക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എല്ലാവരും അൽഹംദുലില്ലാഹ് പ്രധാനമായിട്ടും അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്യാനുള്ളത് 2 സംഗതികൾ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിരുന്നു. ഒന്ന് ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞതുപോലെ
നമ്മളെ ഖദർ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കുന്നത് നമ്മളെ ദുആ കൊണ്ടാണ് അല്ലേ. ലാ യുറദ്ദുൽ ഖദറ ഇല്ല ദുആ. ദുആ കൊണ്ടല്ലാതെ നിങ്ങൾ ഖദർ നീങ്ങൂല എന്നുള്ളതാണ്. അല്ലാഹു അൽഹംദുലില്ലാ നമുക്ക് ഹജ്ജ് എഴുതിയിട്ടില്ല എങ്കിലും നമ്മളെ ഖദറിലില്ല എങ്കിലും ദുആ കൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനെ നേടിയെടുക്കണം. ഒന്ന്. രണ്ടാമത്തത് അസ്സദഖ റദ്ദുൽ ബലായ എന്നാണ്. എന്തെങ്കിലും വിഷമങ്ങൾ വരാൻ ഉണ്ടെങ്കിൽ സദഖ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മാറ്റും എന്നുള്ളതാണ്. ഈ ഹജ്ജിന്റെ നിയത്ത് വെച്ചിട്ട് എന്തെങ്കിലും സദഖ ചെയ്യുക, ചെറിയ സദഖയെങ്കിലും അൽഹംദുലില്ലാ നമ്മുടെ കുടുംബത്തിലെ പാവപ്പെട്ട ആളുകൾക്ക്, എത്തി മക്കൾക്ക് അൽഹംദുലില്ലാ ഇങ്ങനെ നിയത്തോടു കൂടി, നല്ല നിയത്തോടു കൂടി അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുക. രണ്ടാമത്തത് അൽഹംദുലില്ലാ അള്ളാഹുവിനോട് കാര്യമായിട്ട് ദുആ ചെയ്യുക. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അതേപോലെ തന്നെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹു എന്നെ നീ മഹ്റൂമാക്കി കളയരുത് ഹജ്ജിൽ നിന്നൊന്ന്, അള്ളാഹ് കൊണ്ടെങ്കിൽ നമ്മൾ എത്തുള്ളൂ എന്നൊരു കാര്യമായിട്ട് ദുആ ചെയ്യുക. രണ്ടാമത്തത് അൽഹംദുലില്ലാ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. നമ്മളിപ്പോൾ എത്ര പേരാണ് ഉള്ളത്? 51 പേര്. അൽഹംദുലില്ലാ നമ്മൾ ആരും മുടങ്ങരുത്. എല്ലാവരും വിസ അടിച്ച് അൽഹംദുലില്ലാ നമ്മുടെ കയ്യിൽ കിട്ടി, എല്ലാവരും ടിക്കറ്റ് ഓക്കെയാണ്. ഇനി പോകാൻ സാധിച്ചില്ലെങ്കിൽ ഇതൊക്കെ നഷ്ടമാണ്, ഇനി നമുക്ക് പൈസ തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ ആരെയും അള്ളാഹു മുടക്കാതിരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ എല്ലാവർക്കും പോകാനുള്ള തൗഫീക്കിന് വേണ്ടി നമ്മൾ ഓരോരുത്തർ ഇപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ തന്നെ പറയും അള്ളാഹു ഈ കൊല്ലത്തെ ഹജ്ജിന് ഈ പോകുന്ന മുഴുവൻ ആളുകളെ അള്ളാഹു നീ കബൂൽ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മളെ കൂട്ടത്തിൽ വരുന്ന എല്ലാ ആളുകളും എത്താൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാ അള്ളാഹുവിനോട് കാര്യമായിട്ട് ദുആ ചെയ്യണം. ദുആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ സംഗതിയല്ല. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ് അദ്ദുആഉ നൂറു സമാവാത്തി വൽ അർള് എന്നാണ്. എന്താണ് നൂറു സമാവാത്തി വൽ അർള്? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള പ്രകാശമാണ് ദുആ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു പ്രകാശമാണ് അൽഹംദുലില്ലാ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഒരു പ്രകാശമാണ് ഈ ദുആ എന്ന് പറയുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ ഭൂമിയിൽ വെച്ചാണ് ദുആ ചെയ്യുന്നത്. ഇതിൻ്റെ സങ്കടം എവിടെയാണ്? ആകാശത്ത് അർശിൻ്റെ തണലിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി ആ ദുആ നിൽക്കും. അള്ളാഹു അതിന് കബൂലിയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ദുആ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ ദുആ കൊണ്ട് അൽഹംദുലില്ലാ ധാരാളമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, സദഖ ചെയ്യണം. അൽഹംദുലില്ലാ അത് കാരണമായിട്ട് നമ്മളെ എല്ലാ ബലാ മുസീബത്തുകളും അൽഹംദുലില്ലാ നമുക്ക് നീങ്ങിക്കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് അൽഹംദുലില്ലാ പറയുന്നത്. അതേപോലെ അൽഹംദുലില്ലാ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, പ്രായമുള്ള ആളുകളെ കൊണ്ട് ദുആ ചെയ്യിക്കുക, സാലിഹീങ്ങളായ ആളുകളെ കൊണ്ട് ദുആ ചെയ്യുക. അല്ലെ നമ്മളെ പാപം ചെയ്യാത്ത ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ ദുആ ചെയ്ത് ആമീൻ പറയിക്കുക. അവരിൽ പാപങ്ങൾ ചെയ്യാത്ത നിഷ്കളങ്കരാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരുടെ ദുആകൾ സ്വീകരിക്കപ്പെടും. അല്ലെ വലിയ പ്രായമുള്ള ആളുകൾ, ഇബാദത്തുകളിൽ കഴിഞ്ഞു കൂടുന്ന ആളുകൾ, അവരോട് പറയാൻ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. സാലിഹീങ്ങളായ ആളുകൾ അൽഹംദുലില്ലാ അവരെ കണ്ടു കഴിഞ്ഞാൽ ഉസ്താദുമാർ അതേപോലെ തന്നെ തങ്ങന്മാർ, ഇവർ സാലിഹീങ്ങളായ ആളുകളുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അവരുടെ ദുആക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ഇവരൊക്കെ പറയാം അൽഹംദുലില്ലാ ഞാൻ ഹജ്ജിന് വേണ്ടി പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, എന്ന് എളുപ്പമാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.